പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. വചനദീപ്തിയുടെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവ് ഒരിക്കൽ കൂടി നമുക്ക് ഒരു കർത്താവിന്റെ ദാസിയെ നൽകുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് പകൽക്കാലത്തെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വിളയാടുകയാണ്. ദൈവിക കൃപ നമ്മുടെ ജീവിതത്തിന്മേൽ വ്യാപരിക്കുകയാണ്. രാത്രി തോറും ദൈവത്തിന്റെ വിശ്വസ്തയും രാവിലെ തോറും അവന്റെ കരുണയും നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്ഭുതകരമായി അതിശയകരമായിട്ട് കർത്താവ് നമ്മെ പരിപാലിച്ചു. ഞാൻ ഒന്ന് വിശ്വസിക്കുകയാണ്, അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുൻപ്, ലോക സ്ഥാപനത്തിന് മുൻപ് ക്രിസ്തുവിൽ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഇന്ന് പകൽക്കാലം വീണ്ടും വചനദീപ്തിയുടെ പ്രേക്ഷകരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു സാക്ഷ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം ഭാഗ്യം ഒരുക്കി തന്നു. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ഷേർലി അലക്സാണ്ടർ ജോസഫ്. നമ്മുടെ പ്രേക്ഷകരോടൊത്ത് കർത്താവിന്റെ നാമത്തിൽ തന്റെ സാക്ഷ്യം പങ്കുവെക്കുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ആന്റി ഇന്ന് പകൽക്കാലം അനേക അനുഭവങ്ങളിലൂടെ കടന്നുപോയതാണ്. തന്റെ ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും വളരെ അനുഗ്രഹമായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം ഇത് അനേകർക്ക് പ്രചോദനമായിരിക്കും. തന്റെ ജീവിത അനുഭവങ്ങൾ, ചെറുതും വലുതുമായ അനുഭവങ്ങൾ താൻ പങ്കുവെക്കുമ്പോൾ അതേ അനുഭവ സാക്ഷ്യം എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അറിയൂ. ആകയാൽ തന്റെ അനുഭവത്തിന്റെ മുൻപിൽ അനുഭവത്തെ ഖണ്ഡിക്കുവാൻ ആർക്കും സാധ്യമല്ല. അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം താൻ നമുക്കായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാനും യേശു ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തെ ഒരു പടി കൂടി അടുപ്പിക്കുവാനും കർത്താവിനോടുള്ള സ്നേഹബന്ധത്തിൽ ഒരു അല്പം കൂടി ലയിച്ചു ചേരുവാനുമായിട്ടാണ്. ആകയാൽ ഇന്ന് പകൽക്കാലത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസിയെ നമ്മുടെ പ്രേക്ഷകരോടൊപ്പം നമ്മോടൊപ്പം ഈ വചനദീപ്തി കുടുംബത്തിൽ ഒരു സാക്ഷ്യം വഹിക്കേണ്ടതിന് ലഭിച്ചതിന്. താൻ വളരെ തിരക്കുണ്ട് എങ്കിലും നമ്മോടൊത്ത് താൻ വളരെ പല ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. വചന ശുശ്രൂഷകളും തന്നെ ഏൽപ്പിച്ച പല ശുശ്രൂഷകൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കേറിയ ശുശ്രൂഷകളുടെയും പല കാര്യങ്ങളുടെയും നടുവിലും നമ്മോടൊത്ത് അല്പസമയം ചെലവഴിക്കാൻ താന്റെ ദാസിയെ കർത്താവ് കൂട്ടി വരുത്തിയല്ലോ. കർത്താവിന്റെ ദാസിക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽ വേളയെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരികയാണ്. ഞങ്ങളുടെ അഭിഷിക്ത ദാസിയെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവെ, ഒന്നും മറച്ചു വെക്കാതെ ഞങ്ങൾക്കൊക്കെയും ആവശ്യമാകുന്ന സ്വർഗീയ ആലോചനകളെ എന്റെ സ്വർഗത്തിലെ ദൈവം പകർന്നു നൽകണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഈ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് അതേറെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും പിന്നീടും അപ്പനോട് അടുക്കുന്നതിനും കാരണമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വേദനിച്ചിരിക്കുന്ന ഹൃദയങ്ങൾക്ക് വളരെ ആശ്വാസം പകരുവാൻ ഈ സാക്ഷ്യത്തെ കർത്താവ് ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് ഏതൊക്കെ ഭവനങ്ങളിൽ എത്തപ്പെടുന്നുവോ അവർക്കൊക്കെ വളരെ അനുഗ്രഹത്തിന് കാരണമാക്കണം. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. കാരണം ഇനി ഇതുപോലെ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ പക്കൽ എത്തും. അപ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ്സുകളായിട്ട് എഴുതി അറിയിക്കണം. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് അറിയിക്കാൻ. ലൈക്ക് ചെയ്യുന്നതിൽ പിശക്ക് കാണിക്കില്ല കേട്ടോ. അങ്ങനെ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കാൻ. ഞാൻ അധികം പറഞ്ഞതിന്റെ സമയം നഷ്ടമാക്കുന്നില്ല. കർത്താവിന്റെ ദാസി ഷേർലി അലക്സാണ്ടർ ജോസഫ്, കർത്താവിന്റെ ദാസിയെ ഹല്ലേലൂയ വളരെ സന്തോഷത്തോടെ തികഞ്ഞ ആദരവോടെ ഞങ്ങൾ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആന്റിയുടെ ജീവിതത്തിലെ ബാല്യകാല നല്ല ഓർമ്മകളെ, കർത്താവിലേക്ക് നയിക്കപ്പെടുവാൻ ഉണ്ടായ കാരണങ്ങളെ, ജീവിതത്തിൽ ആന്റിയുടെ കുടുംബാംഗങ്ങളെ ഒക്കെ പരിചയപ്പെടുത്തി ഇന്ന് നമ്മോട് സംസാരിക്കും. അതിനായിട്ട് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. ആന്റിക്ക് തുടർന്ന് സംസാരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം സാക്ഷ്യകൂടാരം, വചനദീപ്തി സാക്ഷ്യകൂടാരം, ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് കടന്നു വന്ന് എൻ്റെ
കർത്താവിനെ ഉയർത്തുവാൻ, എന്നെ രക്ഷിച്ച നാഥനെ കുറിച്ച് ഘോഷിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അവസരം യാദൃശ്ചികമായിട്ട് വന്നതല്ല. ഇത് എന്റെ ജനനത്തിന് മുമ്പ് കർത്താവ് മുന്നമേ കണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ എൻ്റെ നാഥനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു ചെറിയ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. അളവ് കൂടാതെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. 8-ാം മാസത്തിന്റെ 6-ാം ദിവസം അങ്ങയുടെ പാദപീഠത്തില് ഞങ്ങൾക്ക് ഏവർക്കും അടുത്തു വരുവാൻ സ്വർഗം തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അടിയന് സാക്ഷ്യം പ്രസ്താവിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ അഭിഷേകം പകരുമാറാകണം. അങ്ങയെക്കുറിച്ച് വർണ്ണിക്കുവാൻ കർത്താവ് എന്നെ അധികമായിട്ട് ശക്തീകരിക്കണം. അപ്പാ, ബിനസിസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയിലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയും ഏതുദ്ദേശത്തോടുകൂടി ഇത് ചെയ്യുന്നുവോ അതിന്റെ പൂർണ്ണ ഫലം കാണുവാൻ, അതിന്റെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുവാൻ നിന്റെ ദാസിയെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കണമേ. സകല മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം എന്റെ സാക്ഷ്യം പ്രസ്താവിക്കാൻ സ്വർഗം തന്ന കൃപയ്ക്കായി, ഭാഗ്യത്തിനായി, അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം ഇനി കേൾക്കുവാനിരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളത്തിൽ അത് ചൈതന്യമായി, വിടുതലായി, രക്ഷയായി, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പാടിയതുപോലെ പാപഭാരവുമായി നടന്ന ഒരു കാലഘട്ടം, ആ പാപഭാരത്തെ വല്ലഭനായ യേശു എന്നിൽ നിന്ന് മാറ്റി കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിന്റെ ജീവൻ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗം എനിക്ക് ഒരുക്കിയ അവസരങ്ങളെ, അവസ്ഥകളെ, അനുഭവങ്ങളെയാണ് ഞാൻ ഇന്ന് ഇതിന്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. സ്തോത്രം. സ്വർഗമഹിമകളെ വെടിഞ്ഞ് സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്തവൻ, സ്വർഗീയ പിതാവിന്റെ മടിയിലിരുന്ന ഓമനകുമാരൻ മനുഷ്യവേഷമെടുത്ത്, ദാസരൂപമെടുത്ത് താണഭൂമിയിലേക്ക് വന്നു, ക്രൂശിൽ മരിച്ചു. അതെനിക്കു വേണ്ടി എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ രക്ഷയിലേക്ക് കടന്നു വരാൻ തക്കോണമിടയായത്. വചനം പറയുന്നത് പോലെ ഇത്ര വലിയ രക്ഷ നാം അഗണ്യമാക്കിയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഗ്രേറ്റ് സാൽവേഷൻ. ഹല്ലേലൂയ. ഞാന് ഇനി എൻ്റെ ജീവിത പശ്ചാത്തലങ്ങളിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. എൻ്റെ കുടുംബം ഒരു കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. മാതാപിതാക്കൾ രണ്ടുപേരും കേരള ഗവൺമെന്റിലും സെൻട്രൽ ഗവൺമെന്റിലും ഉദ്യോഗസ്ഥരായിരുന്നു. ഞങ്ങൾ 3 മക്കളായിരുന്നു. അതിൽ മൂത്ത മകളാണ് ഞാൻ. യാതൊരു അല്ലലും അറിയാതെ, ജീവിതത്തിൽ ഒരു ഭാരമോ പ്രയാസമോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയാതെ ജീവിച്ച ഒരു വ്യക്തി. എന്നാൽ അതേ പാരമ്പര്യത്തിൽ തന്നെ മുൻപോട്ട് പോയി. അന്ന് സത്യം അറിയില്ല, അല്ലെങ്കിൽ ഈ കത്തോലിക്ക വിശ്വാസത്തിന്റെ അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കപടത എന്തെന്നറിയില്ല, അതിന്റെ ഉള്ളിലെ വഞ്ചന എന്തെന്നറിയില്ല. അങ്ങനെ അതാണ് ഏറ്റവും വലുതെന്ന് കരുതി മുൻപോട്ട് പോയ ഒരു കാലഘട്ടം. എൻ്റെ മാതാപിതാക്കൾ എന്നെ നന്നായി പഠിപ്പിച്ചു. എൻ്റെ വിദ്യാഭ്യാസം, കാരണം എൻ്റെ അമ്മയ്ക്ക് പപ്പയ്ക്ക് ട്രാൻസ്ഫറോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഏകദേശം 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഞാൻ കൊല്ലത്താണ് എൻ്റെ പഠനം നടത്തിയത്. 10-ാം ക്ലാസ് 8, 9, 10 ക്ലാസ്സുകൾ ഞാൻ പഠിക്കുന്നത് വിമല ഹൃദയ ഗേൾസ് ഹൈസ്കൂളിലാണ്, കൊല്ലത്ത്.
ഫാത്തിമ കോളേജിന്റെ അടുത്തുള്ള സ്കൂളാണ്. നൺ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ്. കാരണം കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ് അവിടെയും ചെന്നുപെട്ടത്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ പപ്പയുടെ കുടുംബം കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചങ്ങന്നൂര് തിരുവല്ലയ്ക്കിടയ്ക്കാണ് കല്ലിശ്ശേരി. അവിടെ വന്ന് ഞങ്ങൾ ഒരു വീട് വാങ്ങിച്ച് അവിടെ താമസം തുടങ്ങി. എൻ്റെ പ്രീ ഡിഗ്രി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ സിക്കായി. അങ്ങനെ 2 years എൻ്റെ അമ്മ ബെഡ് റിഡൺ ആയിട്ട് കിടന്നു. ശരിക്കും എൻ്റെ അംബീഷനൊക്കെ വളരെ വലുതായിരുന്നു. അന്നും ദൈവം പാടാനുള്ളൊരു വലിയ കഴിവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൺസേർട്സ് ഞാൻ നടത്തിയിട്ടുണ്ട്, കാസറ്റ്സുകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അങ്ങനെയൊക്കെ ലോകപ്രസിദ്ധി ആർജിക്കാൻ എന്നെ കൊണ്ട് ദൈവം ആഗ്രഹിച്ചില്ല. അമ്മ സിക്കായത് മൂലം MBBS പഠിക്കാൻ പോകാനിരുന്ന ഞാൻ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ എൻ്റെ കോളേജിന്റെ ക്ലാസ് മുറിയിലിരുന്ന് BSc സുവോളജി മെയിൻ എടുത്ത് പഠിക്കാൻ തുടങ്ങിയ ഞാൻ കോളേജിന്റെ ക്ലാസ് മുറിയിലിരുന്ന് ഞാൻ നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ എനിക്ക് ഇവിടുത്തെ കേരളത്തിലെ വലിയൊരു ഹോസ്പിറ്റലിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ, അതായത് ഇപ്പോഴത്തെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഞാൻ അവിടുത്തെ 10ാമത്തെ ബാച്ചായിട്ട് ജോയിൻ ചെയ്തു. അതും അച്ഛനും നൺ സിസ്റ്റേഴ്സും നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ അവിടുത്തെ പഠനമെല്ലാം പൂർത്തിയാക്കി. ആ പഠന സമയത്ത് 3ാം വർഷം എൻ്റെ 21ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളായിരുന്നു. 49ാമത്തെ വയസ്സിൽ അമ്മ ഞങ്ങളെ വിട്ടുപിരിക്കും. അതിനുശേഷം 1980 അമ്മയുടെ മരണം. 80 നവംബർ മാസം തന്നെ ഞാൻ മൂത്ത മകളായതുകൊണ്ട് എൻ്റെ കല്യാണം നടന്നു. അതായത് നഴ്സിംഗിന്റെ റിസൾട്ട് വരുമ്പോൾ എൻ്റെ കല്യാണം ഉറച്ചു. അങ്ങനെ ഞാൻ പന്തളം മെഡിക്കൽ മിഷനിലാണ് വിവാഹം കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് എനിക്കൊരു കുഞ്ഞുണ്ടായി, മൂത്ത മകൻ. അവൻ ഇന്ന് 42 വയസ്സുണ്ട്. അവന് കുവൈറ്റിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, കുടുംബമായി ജോലി ചെയ്യുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളുമുണ്ട്, പെൺകുഞ്ഞുങ്ങൾ. അതിനുശേഷം അപ്പോൾ അവനെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ഉണ്ടായിരുന്ന എൻ്റെ പപ്പ 51ാമത്തെ വയസ്സിൽ സിറോസിസ് ലിവറായിട്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ എൻ്റെ ജീവിതത്തില് എൻ്റെ പ്രായം, ആ പ്രായത്തിൽ ഞാൻ ഈ 2 വേർപാടുകൾ അനുഭവിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ അപ്പനില്ല, അമ്മയില്ല. അവിടെയൊക്കെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം എന്നെ നിർത്തിയത് കർത്താവിന്റെ കരങ്ങളാണ്. സ്തോത്രം. അപ്പൊ എൻ്റെ സഹോദരി സഹോദരൻ അവര് എന്നെക്കാളും 5 വയസ്സ് 10 വയസ്സ് ഇളയവരാണ്. അവർക്ക് ആശ്രയം കൊടുക്കാനുള്ള കഴിവില്ല. പക്ഷെ അവരെയും ദൈവം പുലർത്തി. അവരെയൊക്കെ ഇന്ന് നല്ല നിലകളിൽ കർത്താവ് അവരെ എല്ലാം ആക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിവാഹം കഴിഞ്ഞ് ഞാൻ 83 കുവൈറ്റിലേക്ക് മിനിസ്ട്രി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഞാൻ കടന്നുപോയി. അങ്ങനെ മിനിസ്ട്രിയിൽ എനിക്ക് സെലക്ഷനായി. 84 ജൂലൈ മാസം ഞാൻ മിനിസ്ട്രിയിൽ ജോലിക്കായിട്ട് കയറി. അവിടെ വെച്ച് കർത്താവ് എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തു വരുമ്പോൾ അന്നും കത്തോലിക്ക വിശ്വാസം, പാരമ്പര്യം, പള്ളിയിൽ പോകും, കുർബാന കാണും, കുർബാന സംബന്ധിക്കുമല്ല കാണും. അങ്ങനെ ഞാൻ ആ ഒരു ലെവലിൽ അങ്ങനെ പോകുമ്പോഴാണ് സദ്ദാമിന്റെ ഇൻവേഷൻ കടന്നു വരുന്നത്. ആ ഇൻവേഷൻ സമയത്ത് ഞാൻ ആ രാത്രിയിൽ അവിടുത്തെ വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഇറാഖി പട്ടാളം തകർക്കുമ്പോൾ ഞാൻ അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇളയ മകന് 4 വയസ്സേ ഉള്ളൂ, മൂത്തയാളിന് 6 വയസ്സ്, മൂത്തയാളിന് 8 വയസ്സ്, രണ്ടാമത്തെ ആൾ 6 വയസ്സ്. ആ പ്രായം. ആ ഒരവസ്ഥയില് ഇനി എന്ത് എന്നറിയാത്ത ഒരവസ്ഥ. കാരണം ഭാവിയെപ്പറ്റി അന്ന് ചിന്തയില്ല. ജോലി ഉണ്ടല്ലോ, മിനിസ്ട്രിയിലെ ജോലി, സേഫ് ആൻഡ് സെക്യൂർ. ആ ഒരവസ്ഥയിൽ പോകുമ്പോൾ നാട്ടിലൊന്നും കരുതിയിട്ടില്ല. എന്നെ പോലെ അങ്ങനെ അനേകരുണ്ട്, ഒന്നും കരുതിയിട്ടില്ല. പക്ഷെ ഓഗസ്റ്റ് 2-ാം തീയതി അവിടെ ഇറാഖ് ഇൻവേഷൻ ഉണ്ടായി. ആ ഒരു മാസം ഞങ്ങൾ അവിടെ ജോലി ചെയ്തു. ഇറാഖി പട്ടാളത്തിന്റെ കാവലിലാണ് ആ ഹോസ്പിറ്റലുകളുടെ റോഡുകൾ എല്ലാം. നഴ്സസിനെ മാത്രം
ഇറാഖി പട്ടാളം ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളുടെ വണ്ടിയൊക്കെ വളരെ സുരക്ഷിതമായിട്ട് പോകും. ആ മാസം ഒടുവിൽ ഇറാഖി പട്ടാളമാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഹോസ്പിറ്റലിനകത്ത് വന്നിരുന്ന ഒരു ശമ്പളം തരിക. സെപ്റ്റംബർ മാസമായപ്പോൾ ഇനിയിപ്പം കാരണം ഓയിൽ വെൽസ് ഒക്കെ കത്താൻ തുടങ്ങി, കുവൈറ്റിലെ സിറ്റുവേഷൻ ഇനി വളരെ മോശമാണെന്ന് മനസ്സിലായി. ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ട്. അങ്ങനെ എംബസി മുൻകൈയെടുത്ത് വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു സെപ്റ്റംബർ 18 ഞങ്ങൾ കുവൈറ്റിനോട് യാത്ര പറഞ്ഞു പോരുക. പക്ഷെ ആ പോരുന്ന സമയത്തും തിരിച്ചു ചെല്ലാം എന്നുള്ള കണക്കുകൂട്ടലിൽ വീട്ടിൽ സകല സാധനങ്ങളും ഇട്ട് നമ്മൾ ലീവിന് വരുന്നത് പോലെ പെട്ടിയിൽ സാധനമാക്കിയാണ് ഞങ്ങൾ പോരുന്നത്. വീട് പൂട്ടി പോരുന്നു. ആ സമയം ഫ്ലൈറ്റിൽ വന്നവരുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ. മരുഭൂമിയിൽ കൂടെ കാർ ഓടിച്ചു വന്നവരുണ്ട്, ബസ്സിൽ വന്നവരുണ്ട്. അനേകം മരണങ്ങൾ ആ സമയങ്ങളിൽ ഉണ്ടായി. മരുഭൂമിയിൽ കൂടെ വന്നവർക്കൊക്കെ വളരെയധികം കഷ്ടതകളും ഭാരങ്ങളും മരണങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ 18 അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ആ യാത്രയിലൊക്കെ ഉണ്ടായെങ്കിലും സ്വർഗത്തിലെ ദൈവം അതിശയമായ അത്ഭുതമായി ഞങ്ങളെ ബോംബെയിൽ എത്തിച്ചു. ബോംബെയിൽ എല്ലാ മത ജാതി ഭേദമന്യേ ഈ കുവൈറ്റിലെ പ്രവാസികളെ സ്വീകരിക്കാൻ ഭക്ഷണപ്പൊതികളുമായിട്ട് നിൽപ്പുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി 24 ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വന്നിറങ്ങി. ഇവിടെ വരുമ്പോ ആൾക്കാർ പറയുന്ന പോലെ മേലെ ആകാശം താഴെ ഭൂമി, ഇതാണ് അവസ്ഥ. അന്നും എനിക്ക് പ്രാർത്ഥന എന്താണെന്നറിയില്ല, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബൈബിള് വായിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ABCD അറിയത്തില്ല. ബൈബിള് ആരാണ്ടെ ബോധിപ്പിക്കാൻ ബൈബിള് വായിക്കുക അന്ന് അവിടെ ഉള്ളപ്പോഴും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് കൂട്ടിമുട്ടാൻ തുടങ്ങിയപ്പോ 3 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പുഷ്പഗിരിയിൽ നിന്ന് പാസ് ഔട്ടാ. അവിടെ ചെന്നിട്ട് വാതിൽ തുറന്നില്ല. പലയിടത്തും പോയി. ഇപ്പൊ ഒത്തിരി ദൂരെ കൂടുതൽ അങ്ങനെ പോകാനും പറ്റില്ല, കുഞ്ഞുങ്ങളെ നോക്കണം. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. വളരെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങി. കുഞ്ഞുങ്ങൾക്ക് ഫീസ് പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം സേവിങ്സ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ എനിക്കൊരു വീട്, ചെറിയൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ 5 മുറി ഉണ്ടെങ്കിലും ചോർന്നൊലിക്കുന്ന വീടാ, ഓട് ഇട്ടതാ. എന്റെ ഹസ്ബൻഡ് ഇളയ ആളായതുകൊണ്ട് വേറെ ആരും ആ വീട്ടിൽ ഒരു റിനോവേഷനും ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് 5 പേർ കൂടെ ഉറങ്ങാൻ പോലും ഒരു മുറിയില്ലാത്തൊരു സമയം വന്നു. അന്നേരമാണ് ഞാൻ ഉയരത്തിലേക്ക് നോക്കുന്നത്. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കണ്ണുനീരൊഴുകി. മഴ പെയ്യുമ്പോൾ വെള്ളം ഞങ്ങളുടെ ദേഹത്ത് വീഴുക. വീടിന് നല്ല കെട്ടുറപ്പൊക്കെ ഉണ്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അറിയേണ്ടതുപോലെ അങ്ങേ അറിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ, എന്നെ ഇനിയും തിരികെ കുവൈറ്റിൽ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കൊരു ഭവനം വേണം, എനിക്കൊരു ഭവനം വേണം. അത് ഞാൻ അത്ര മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 90 സെപ്റ്റംബർ 24 ഇവിടെ എത്തിയ ഞാൻ 91 മാർച്ച് മാസം ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ, മാമൻ മെമ്മോറിയൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഞാൻ 900 രൂപയ്ക്ക് ജോലിക്ക് കയറി. 900 രൂപ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനിടയായി. കുവൈറ്റിൽ സുഭിക്ഷമായി ജീവിച്ച വ്യക്തി. പക്ഷെ ഈ താഴ്ചകളും ഉയർച്ചകളും എല്ലാം ദൈവം അനുവദിക്കുന്നതാണ്. കർത്താവിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളായിരുന്നു എന്നെക്കുറിച്ച്. എന്നെ അവൾ അറിയേണ്ടതുപോലെ ഒന്ന് അറിയണം. അതാണ് കർത്താവിന്റെ ഉദ്ദേശം. പക്ഷെ എനിക്ക് അന്നേരം ഈ ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ജോലിക്ക് പോയി. ഞാൻ ജോലിയിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാജീവ് ഗാന്ധി മരിക്കുന്നത്. ആ മരണം അങ്ങോട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ന്യൂസ് പേപ്പറിൽ എൻ്റെ പേരുൾപ്പെടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റ്സിലെയും ആൾക്കാരുടെ ഉൾപ്പെടെ പേരുകൾ വരികയാണ്. പേരുകൾ വന്നു. എൻ്റെ ഡിപ്പാർട്ട്മെന്റ്, ഞാൻ അന്ന് സ്പെഷ്യൽ കെയർ ബേബി യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പേരുൾപ്പെടെ വന്നു. ഇവിടെ നിന്ന് ജൂൺ മാസം 25 ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അവരുമായിട്ട് ഞങ്ങൾ ബോംബെക്ക് ട്രെയിൻ കയറി. അവിടെ മുതലാണ് കർത്താവ് എന്നോട് ഇടപെടാൻ തുടങ്ങുന്നത്. ആ ഒരവസ്ഥ മുതലാണ്. ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറുമ്പോൾ ഭയങ്കര ഹൃദയവേദനയോടെ കരഞ്ഞു വിളിച്ചാണ് ഞാൻ പോകുന്നത്. ഒരു ഭാഗത്ത് എനിക്ക് പ്രാരാബ്ദങ്ങൾ, വേദനകളുണ്ട്. പക്ഷെ മറുഭാഗത്ത് കുഞ്ഞുങ്ങളെ പിരിയുന്ന വേദന.
കാരണം അവർക്ക് ജന്മം കൊടുത്ത നാള് മുതൽ ഞാൻ അവരെ പിരിഞ്ഞു നിന്നിട്ടില്ല. അപ്പൊ എന്റെ മനസ്സിലെ ചിന്ത, ജീവിതത്തിലെ മുൻപോട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഒന്നും ഓർക്കാതെയാണ് ഞാൻ സംസാരിക്കുന്നത് ആ സമയത്ത്. എന്റെ മനസ്സിലെ ചിന്ത, എന്റെ മരണം വരെ ഈ കുഞ്ഞുങ്ങൾ എന്നെ വിട്ടുപിരിയത്തില്ലെന്ന. അവരെ വിട്ടുപിരിയുന്നത് എന്റെ ഹൃദയം എടുത്ത് പറിച്ചു മാറ്റുന്ന പോലത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ട്രെയിനിൽ കയറി ബോംബെയിൽ എത്തുന്നവരെ ഞാൻ ആ ബർത്തിലിരുന്ന് കരയുവാൻ. അത് കഴിഞ്ഞ് ജൂലൈ മാസം 3-ാം തീയതി ഞങ്ങൾ കുവൈറ്റിലെത്തുക. 91 ജൂലൈ മാസം അവിടെ എത്തി. ഞങ്ങൾക്ക് അവിടെ കടന്നു വന്നവരെല്ലാം തുല്യ ദുഃഖിതരാ. ആർക്കും ആ കൂടെ ഭർത്താക്കന്മാരില്ല, ആർക്കും ആരുടെയും കൂടെ കുഞ്ഞുങ്ങളില്ല, എല്ലാവരും തുല്യ ദുഃഖിതരാ. അപ്പൊ പിന്നെ അവർക്കെല്ലാം നോക്കാനുള്ളത് ദൈവത്തിങ്കിലേക്ക് മാത്രമാണ്. വേറെ ഒരു നിവർത്തിയില്ല. കുടുംബത്തെ പോറ്റണം, സാമ്പത്തിക പ്രതിസന്ധികൾ, പരാധീനതകൾ. അങ്ങനെ വന്നപ്പോ ഞാൻ വളരെ വേദനിച്ച സമയത്ത് ആദ്യം കർത്താവ് എന്നോട് പറഞ്ഞത്, എവരിബഡി വിൽ ലീവ് യു ഇൻ ദിസ് വേൾഡ്, ബട്ട് ഐ വിൽ ബി വിത്ത് യു ടിൽ ദ എറ്റേണിറ്റി. എല്ലാവരും നിന്നെ വിട്ടുപോകും, പക്ഷെ നിത്യത വരെ ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് എന്റെ ഉള്ളിൽ ദൈവം എനിക്ക് തന്നൊരു ചിന്തയാണ്, അല്ലാതെ ഞാൻ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പിന്നെ കർത്താവ് പറഞ്ഞത്, എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിലൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യത എന്താണെന്ന് ചോദിച്ചാൽ, ആദം ഹവ്വയും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു, അവരുടെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, ദൈവിക സഹിത്വവും സാന്നിധ്യവും നഷ്ടപ്പെട്ട സമയത്ത് എല്ലാം കൊണ്ടും നിറഞ്ഞു കവിഞ്ഞ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ആ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ടായി. ആ ശൂന്യതയാണ് ആദാമ്യ വർഗത്തിന് മുഴുവനും ഉണ്ടായിരിക്കുന്നത്. ആ ശൂന്യത നിറയ്ക്കാൻ ഈ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വേറെ ഒന്നുകൊണ്ടും ഈ ഭൂമിയിലുള്ള ഒരു സുഖ സൗകര്യങ്ങളോ സന്തോഷങ്ങളോ ധനമോ മഹിമയോ ഒന്നും കൊണ്ടും ഈ ശൂന്യത നിറയ്ക്കാൻ കഴിയത്തില്ല. അത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ശരിക്കുമുള്ള ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ജോയമ്മയും മറ്റേ സിസ്റ്ററിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. ആ ജോയമ്മ സിസ്റ്റർ ഇന്ന് അമേരിക്കയിലാണ്. ജോയമ്മ സിസ്റ്ററും പാപ്പച്ചൻ പാസ്റ്ററും അവര് ട്രിവാൻഡ്രം ആറ്റിങ്ങൽ ആ ഭാഗത്തുള്ളവരാ. പുള്ളിക്കാരി അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ വലിയ സാക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ്. അവര് രണ്ടുപേരും അവിടെ കടന്നു വന്നു. കാരണം അവരുടെ ആ മീറ്റിംഗ്സ് അന്ന് ഈ അവിടെ വന്ന എല്ലാ സഹോദരിമാർക്കും ആവശ്യമായിരുന്നു. അവരെ അതുകൊണ്ട് ദൈവം അവിടെ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. ഒരുപാട് പേര് രക്ഷിക്കപ്പെടാനും കർത്താവിനെ വാസ്തവമായിട്ട് അറിയാനും ഒക്കെ ഇടയായി. അത് ഹിന്ദു മുസ്ലിം സാമുദായിക സഭകൾ ഇങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാതെ ആ ഹോസ്റ്റലിൽ മീറ്റിങ്ങുകൾ നടന്നു. ആ സമയത്ത് ആ കാലയളവിൽ സെപ്റ്റംബർ മാസം, ജൂലൈ മാസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. സെപ്റ്റംബർ മാസം അതിനു മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോയി കുറച്ചു കഴിഞ്ഞപ്പോ എൻ്റെ രണ്ടാമത്തെ മകൻ നല്ല ശരീരമുള്ള മോനായിരുന്നു. അവൻ 6 വയസ്സേ ഉള്ളൂ. ഇവിടെ വന്നപ്പം മുതൽ കൊതുക് മുഴുവൻ അവനെ കടിക്കുന്നത്. കടിച്ച് വലിയ ബ്ലിസ്റ്റർ ആയിട്ട് ഫീവർ. എവരി മന്ത് ഇവിടെ ഉള്ളപ്പോ എല്ലാ മന്തും ആന്റിബയോട്ടിക് കൊടുക്കണം. ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾ ജനിച്ച നാള് മുതൽ ഇവരുടെ A to Z കാര്യങ്ങൾ ഞാൻ നോക്കുന്നത് കൊണ്ട് അത്രത്തോളം അങ്ങ് ഡീപ്പായി എൻ്റെ ഹസ്ബൻഡ് അതിനെ ഒന്നും കാര്യമാക്കുന്നില്ല. ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുമെന്നറിയാൻ വയ്യാതെ പുള്ളി പ്രയാസപ്പെടുക. അങ്ങനെ ഒരു രാത്രിയിൽ ഭയങ്കരമായ ഫീവർ ഉണ്ടായി. ഇവിടെ ഞാൻ ആ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ മരുന്ന് കൊടുത്തു. അന്ന് ഈവനിങ്ങിൽ, അന്ന് ഇതുപോലെ മൊബൈലില്ല, ട്രങ്ക് കോളൊക്കെ ബുക്ക് ചെയ്ത് വേണം വിളിക്കാൻ. ഞാൻ അവിടുത്തെ ഒരു സൂക്കിൽ പോയിട്ട് ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് മോന്റെ സിറ്റുവേഷൻ പറയുന്നത്. അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ശരിക്കും എൻ്റെ പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നത് തന്നെ വളരെ വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് കരഞ്ഞോണ്ട് പോകുന്ന തന്നെ ഇവരെ പിരിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ. അപ്പോ ആ മോൻ ഇങ്ങനെ ഒരവസ്ഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് ചെന്ന്, ഈ ബേബീസിന്റെ യൂണിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഫീഡ് കഴിഞ്ഞ് ഞാൻ ഒരു റൂമിനകത്ത് കയറി ഒരു ഗൗണ് അവിടെ വിരിച്ചിട്ടിട്ട് ഞാൻ മുട്ടുകുത്തിയിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ 3 ദിവസം എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഉപവാസം എടുത്തിട്ടില്ല. ഞാൻ 3 ദിവസം ഉപവാസം എടുക്കുക. എൻ്റെ കുഞ്ഞിന് ഞാനിവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കണം.
ആ ഗൗൺ മുഴുവനും എന്റെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു. അങ്ങനെ അന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി, എഴുന്നേറ്റു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡിന്റെ ലെറ്റർ വരുന്നു. മരുന്നൊന്നും അല്ല അവനെ സൗഖ്യമാക്കിയത്. വന്ന എല്ലാ ലീഷൻസും, ബ്ലിസ്റ്ററായി നിന്ന എല്ലാ ലീഷൻസും കർത്താവിന്റെ കരം തൊട്ട് സൗഖ്യമാക്കി. കുഞ്ഞിന്റെ അന്ന് രാത്രി മുതൽ എന്റെ പനി മാറി, അവൻ പൂർണ്ണമായ സൗഖ്യമുള്ളവനായി. അപ്പൊ ഈ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വലിയ വിശ്വാസം പകർന്നു. പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യമുണ്ട്, വിലയുണ്ട് എന്ന് അന്ന് എന്നെ ദൈവം പഠിപ്പിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം രാത്രിയിൽ ഞാനൊരു ശബ്ദം കേൾക്കുക. അന്ന് എൻ്റെ കയ്യിൽ ബൈബിള് ഉണ്ടെങ്കിലും ഇനി അത്ര കാര്യമായ വായന ഒന്നുമില്ല. ശബ്ദം കേട്ടു. ഇതാണ് എന്നോട് പറയുന്ന ശബ്ദം: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ ഈ വചനം എവിടെയാണെന്നോ ഏത് പുസ്തകത്തിലാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ വചനം കൊണ്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് എന്റെ കൂടെ ഹോസ്റ്റലിൽ തന്നെ പെന്തക്കോസ്ത് സഹോദരിമാരുണ്ട്. അതിൽ വളരെ പാരമ്പര്യമുള്ള ഒരു സഹോദരിയുടെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, സിസ്റ്ററെ, ഞാന് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, എനിക്കത് അറിയത്തില്ല എവിടെയാണ്, എനിക്കൊന്ന് കാണിച്ചു തരണം. അപ്പൊ എന്റെ ഉള്ളിൽ ദൈവാത്മാവ് പറയുന്നുണ്ട്, ഈ വചനം, ദൈവത്തിന്റെ വചനം ഇത് പുസ്തകത്തിൽ അതുപോലെ ഉണ്ട്. എന്റെ ഉള്ളിൽ പറയുവാണ്, പക്ഷെ എനിക്കറിയില്ല കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ സിസ്റ്റർ വിശ്വസിക്കുന്നവരെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, അങ്ങനെ വിശ്വാസത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഒരു ബുക്ക്ലെറ്റ് പോലെ ഇപ്പോഴും എന്റെ കണ്ണിന്റെ മുമ്പിൽ അതെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരുക. ബുക്ക്ലെറ്റ് പോലെ എഴുതി എന്റെ കൈ കൊണ്ടു തന്നു. എനിക്കിതൊന്നും വായിച്ചിട്ട് ഒരു സംതൃപ്തിയില്ല. ഞാൻ പറഞ്ഞു, ഇതൊന്നും അല്ല ഞാൻ കേട്ടത്. അങ്ങനെ ഒരാഴ്ച കൂടെ കടന്നുപോയി. പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് കർത്താവ് ഇവർക്ക് വെളിപ്പെടാഞ്ഞത് കർത്താവിന് വേറെ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സഹോദരിമാര് കുറെ പേര് കൂടി സാൽവിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രാർത്ഥനാ യോഗമുണ്ട്. ഞാനിങ്ങനെ നടന്നു പോകുന്ന വഴി, മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു, എന്നെ വിളിച്ചു. ഷാർലി വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല നിങ്ങളുടെ മീറ്റിങ്ങിനൊന്നും, പെന്തക്കോസ്തുകാരുടെ മീറ്റിംഗ് അല്ലേ, ഞാൻ വരുന്നില്ല. ഞാൻ റൂമിലേക്ക് അങ്ങ് നടന്നപ്പോ എന്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുകയാണ്, നീ എന്തായാലും മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അവിടെ പോയി വെറുതെ ഇരിക്കാൻ പോവില്ലേ, നീ അവരുടെ കൂടെ പോ. നടന്ന് റൂമിലേക്ക് വരുമ്പോഴായി ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് വന്ന് 5 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡിയായി ഇവരുടെ കൂടെ മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്ന് വലിയ ഒരു ഹാള്. അപ്പൊ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: ഒരു ദൈവദാസൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, നാളെ, ഇന്നൊരു ദിവസം കൂടെ പുള്ളി ഇവിടെ ഉള്ളൂ, നാളെ ബഹറിന് പോകും. അപ്പോ ഞാൻ അവരുടെ കൂടെ പോയി. അവിടെ ചെന്ന് വലിയൊരു ഹാളാണ്. അവരുടെ എന്തൊക്കെയാണ് പ്രാർത്ഥനയുടെ രീതി എന്നൊക്കെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം ഒരു പാട്ട്, ഒരു ചെറിയൊരു പ്രാർത്ഥന കഴിഞ്ഞ് പാട്ട് പാടി, അത് കഴിഞ്ഞ് രണ്ടുപേര് പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ആ പാസ്റ്റർ അറിയില്ല, പാസ്റ്റർ എന്നെ അറിയത്തില്ല. ഞാൻ മീറ്റിങ്ങിന്റെ ആ റൂമിലെ ഏറ്റവും നടുക്ക് ഇങ്ങനെ ഇരിക്കുക. പാസ്റ്റർ വചനം പറയാൻ എഴുന്നേറ്റു. വായിക്കാൻ പറയുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം നമുക്ക് വായിക്കാം. വചനമെടുത്തു, ഒരു സഹോദരൻ അത് വായിച്ചു. എനിക്ക് പെട്ടെന്ന് എന്തോ ഈ വചനാണല്ലോ ഞാൻ തപ്പി നടന്നത് എന്ന് എന്റെ മനസ്സിലൂടെ വന്നു. പെട്ടെന്ന് ആൾക്കാരെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് മാറ്റിയിട്ട് ഈ ദൈവദാസൻ എന്റെ അടുത്ത് വന്നു എന്റെ തലേ കൈവച്ചു. എന്നോട് ദൂത് പറയുക. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര അഗോചരമാണ്, ദൈവത്തിന്റെ വഴികൾ എത്ര അഗോചരമാണ്. ഈ ദൂത് പറയുമ്പോ എനിക്ക് ഇന്നും അറിയില്ല ദൈവദാസൻ എന്താ പറഞ്ഞു. കാരണം ഇത് എന്റെ ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ പുള്ളി ദൂത് പറഞ്ഞു, പുള്ളി അവിടെ പോയി നിന്നു. അപ്പൊ പെന്തക്കോസ്തുകാർക്കൊക്കെ മനസ്സിലായി എന്നോട് ഈ പറഞ്ഞത് ഇന്നത്തെ അനുഗ്രഹം എല്ലാം ഷേർലിക്കായിരുന്നല്ലോ എന്ന് തിരിച്ചു കയറുമ്പോ പറയുകയും ചെയ്തു. ഞാൻ ആ ഒരു വചനം മുറുകെ പിടിച്ചോണ്ട് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞ് ഞാൻ അപ്പോഴും എനിക്കിതിന്റെ ആഴമൊന്നും അറിയത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പൊ ഞങ്ങളുടെ ചർച്ച് ഓഫ് ഗോഡിന്റെ ചർച്ചില് ഒരു ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ബൈബിൾ ക്ലാസ്സിന് പോകുമ്പോൾ വലിയൊരു വണ്ടിയാണ്, ഈ ട്രാൻസ്പോർട്ട് ബസ് പോലുള്ള വലിയൊരു വണ്ടിയാണ്. അതിന്റെ ഫുട്ബോളിൽ പോലും നിൽക്കാൻ സ്ഥലമില്ലാത്തതുപോലെ സഹോദരിമാരാ ബൈബിൾ ക്ലാസ്സിന് വന്നു. അന്ന് ഞാനും പോയി.
ബൈബിൾ ക്ലാസ് നടത്തിയത് അന്ന് അവിടെ അല്ലഹലി ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന തോമസ് മാത്യു എന്ന് പറഞ്ഞ പാസ്റ്ററാണ്, തമ്പി ശങ്കരമംഗലം. പുള്ളിക്കാരൻ ഇൻവേഷൻ ടൈമും അത് കഴിഞ്ഞിട്ടും ഒരുപാട് ആത്മാക്കളെ എണ്ണമില്ല നേടിയെടുത്തിട്ടുള്ള ഒരു സഹോദരനാണ്. ഇവിടെ ഇരവി പേരൂരാണ് പുള്ളിയുടെ വീട്. അത് കഴിഞ്ഞാണ് പുള്ളിക്കാരന് പാസ്റ്റർഷിപ്പ് ഒക്കെ കിട്ടുന്നത്. ഈ രണ്ടാമത്തെ ചർച്ച് സ്പ്ലിറ്റ് ഒക്കെ കഴിഞ്ഞാണ് ആ ബ്രദർ പാസ്റ്ററായിട്ട് മാറുന്നത്. ഇന്നൊരു പാസ്റ്ററായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഏതോ സ്ഥലത്തെ ഡിസ്ട്രിക്ട് പാസ്റ്ററാണ് ഇവിടെ കേരളത്തിൽ. ഓക്കെ, അപ്പോ ബൈബിൾ ക്ലാസ്സിന് ഞാനും പോയി. ഇപ്പൊ സീരീസ് ആയിട്ടാണ് ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്നത്. സീരീസ് എന്ന് പറയുമ്പോൾ ആദ്യം മാനസാന്തരം, പിന്നെ സ്നാനം, പിന്നെ പരിശുദ്ധാത്മാഭിഷേകം, ഇങ്ങനെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ. അപ്പൊ ഇതൊക്കെ എനിക്കൊരു പുതിയ അറിവാണ്. കാരണം ഞാനിങ്ങനൊന്നും കത്തോലിക്ക സഭയെ കേട്ടിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ മാനസാന്തരം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം മടിച്ചു നിൽക്കുക പോകാൻ. അവസാനം നിക്കക്കള്ളി ഇല്ലെന്ന് വന്നു കഴിഞ്ഞപ്പം എന്നെ ദൈവം ഇങ്ങനെ ഉന്തി വിടുന്ന പോലെ ഞാൻ ജനുവരി മാസം 92 ജനുവരി മാസം 21 തീയതി ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീണ്ടും ജനനം ഉണ്ടായി. ആ വീണ്ടും ജനനം എന്ന് പറയുന്നത് ചിരിച്ചോണ്ടല്ല വീണ്ടും ജനിക്കുന്നത്. ഒരു കുഞ്ഞും ചിരിച്ചോണ്ട് ജനിക്കത്തില്ല, കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്. കരഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പാടിയതുപോലെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാൻ ഒരു രക്ഷകനെ കണ്ടെത്തി. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അപ്പൊ അടുത്തത് ആ കർത്താവിന്റെ രക്ഷകനെ സ്വീകരിച്ചു കഴിഞ്ഞ ആ ദിവസം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. എൻ്റെ പേഴ്സിനകത്ത് മരക്കുരിശിന്റെ രൂപങ്ങൾ ഒത്തിരി ഉണ്ട്. കർത്താവ് തൂങ്ങിക്കിടക്കുന്നത്, നൊവേന പുസ്തകം, പിന്നെ ജപമാലയുടെ പുസ്തകം, റോമിൽ നിന്ന് വാഴ്ത്തിക്കൊണ്ടുവന്ന ജപമാല, ഇതെല്ലാം എൻ്റെ കൈവശമുണ്ട്. അപ്പൊ റോമിലെ വാഴ്ത്തിക്കൊണ്ടുവന്ന ജപമാല എൻ്റെ കല്യാണത്തിന് എനിക്ക് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ തന്ന അച്ഛൻ ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല പേളിന്റെ ഒരു ജപമാല. പിന്നെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ റോസറി നടത്തുന്ന ലീഡറായിരുന്നു ഞാൻ. അവിടെ വൈകുന്നേരം ഒക്കെ പാട്ട് പാടുന്ന ആളായിരുന്നു ഞാൻ. പേഷ്യൻസ് 7:45 പ്രാർത്ഥനയും പാട്ടും. രക്ഷിക്കപ്പെട്ട ഹോസ്റ്റലിൽ വന്ന ഞാന് ഈ എന്തെല്ലാം സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടോ അത് മുഴുവനും കൊണ്ടുവന്ന് ബാത്റൂമിലെ വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടിട്ടു. അങ്ങനെ ഒരു വ്യക്തികളും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, ഈ ഷേർലി എന്തോരു അബദ്ധമായി കാണിക്കുന്നത്, ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഈ സാധനം എല്ലാം കൊണ്ട് കളയുവാണ്. അപ്പൊ ആൾക്കാരുടെ വിചാരമുണ്ട് ഒരു കൊന്തമാല കഴുത്തേലിട്ടുകൊണ്ട് നടന്നാൽ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ രക്ഷയാണ്. അത് ഈ അയ്യപ്പന്മാരും ഹിന്ദുക്കളും ഒക്കെ ഈ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ ഉണ്ട്. അത്ര വാല്യൂ ഉള്ളൂ അതിന്. പിന്നെ യാത്ര പോകുമ്പോ പേഴ്സിന്റെ അകത്ത് കുരിശുരൂപ ഇട്ടിരുന്നാൽ അത് രക്ഷയാ. പേഴ്സ് ആരും അടിച്ചോണ്ട് പോകത്തില്ല, കാശ് നഷ്ടപ്പെടത്തില്ല. ഇതെല്ലാം വ്യർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്നോട് ചോദിച്ച ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഈ ഭൂമിയെ മുഴുവനും, ഭൂലോകത്തെ മുഴുവനും, അതിലുള്ള സകലത്തെ ഒരു വാക്കുകൊണ്ട് ഒരു ഉളവാക്കിയ കർത്താവ് ഇന്ന് എൻ്റെ ഉള്ളിൽ ജനിച്ചു. ആ കർത്താവ് എൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പം ഈ മരക്കുരിശും ഈ കൊന്തമാലയൊക്കെ എനിക്ക് വേണോ? വേണ്ട. പിന്നെ അപ്പൊ അന്ന് ഈ രക്ഷിക്കപ്പെടുന്ന ആ ഒരു അനുഭവത്തിൽ തന്നെ വചനത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലെങ്കിലും കുറച്ചു കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് മധ്യസ്ഥന്മാരോടുള്ള പ്രാർത്ഥന അത് തെറ്റാണ്. അതെനിക്ക് മനസ്സിലായി. ഈ മധ്യസ്ഥത വഹിക്കുന്ന ആളാണല്ലോ മാതാവ്. നമ്മുടെ കർത്താവിന്റെയും ജനത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ആളാണല്ലോ മാതാവ്. അപ്പൊ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ സാധിക്കും. പിന്നെ ഓരോ അനാചാരങ്ങൾ സഭയ്ക്കകത്ത് നടക്കുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം 1 by 1 ആയിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പൊ മധ്യസ്ഥൻ ആരാണ്? 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ക്രിസ്തുയേശു ആണ് മധ്യസ്ഥൻ. അതിനിടയ്ക്ക് വേറെ ഒരാളെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല എന്ന് വ്യക്തമായിട്ട് ബോധ്യമായി. അതുപോലെ കൊലോസ്യ ലേഖനം 1:13 പറയുന്ന പോലെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും
നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് എന്നേക്കും സ്തോത്രം ചെയ്യുന്നു. അപ്പോ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യം, എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും ദുഷ്ടന്റെ അധീനതയിൽ നിന്നും പിശാചിന്റെ അടിമത്തത്തിൽ നിന്നുമാണ് കർത്താവ് വിളിച്ചത്. ആ പാരമ്പര്യ കെട്ടുകളും പൗരോഹിത്യത്തിന്റെ കെട്ടുകളും ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ കർത്താവിനെ എന്റെ രക്ഷകനായിട്ട് എന്റെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ ഈ കെട്ടെല്ലാം പൊട്ടി. അത് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി. സ്തോത്രം. അതിനുശേഷം അത് ഒരു ജനുവരി 21. അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ വീട് ആരംഭിച്ചിട്ടില്ല. ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ₹18,000. ഞാൻ അവിടുന്ന് എന്റെ പ്രാർത്ഥന കിടക്കുന്നുണ്ട്. അന്നറിയാത്ത കാലത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കിടപ്പുണ്ട്. അപ്പോ ഞാൻ രക്ഷിക്കപ്പെട്ടതിന്റെ നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി 14 ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന ഈ ഭവനത്തിന് കല്ലിട്ടു. ഒന്നും കണ്ടിട്ടല്ല, സപ്ലൈ ചെയ്തതെല്ലാം കർത്താവ്. ഒന്നുമില്ലായ്മയിൽ നിന്നും കർത്താവ് ഈ ഭവനം പണിതു. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ മാറി. ഞാൻ എഴുത്തുകൾ എഴുതാൻ തുടങ്ങി. എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കത്തോലിക്ക പള്ളിയിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആള്, പിള്ളേരെയും കൊണ്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന ആള്, എല്ലാ ചർച്ച് സർവീസസിനും പങ്കെടുക്കുന്ന ആള്. പത്രോസ് ആണ് പാറ, ആ പാറയിലാണ് സഭയെ പണിഞ്ഞേക്കുന്നത് എന്ന് വീരവാദം മുഴക്കുന്ന ഭർത്താവ്. അപ്പോ എഴുതാൻ തുടങ്ങിയപ്പോ എന്റെ ഹസ്ബൻഡിന് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് പുള്ളി എൻ്റെ അടുത്ത് വലിയ ഒരു പ്രയാസങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോ ഈ ഭവനത്തിന് തറക്കല്ലിട്ട് കഴിഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഈ ഭവനം ദൈവദാസന്മാര് കയറി ഇറങ്ങുന്ന ഒരു ഭവനമാക്കി തുടങ്ങി. ഇതൊരു ബഥേലായിട്ട് മാറണം. പ്രാർത്ഥനകൾ നടക്കുന്ന, ആരാധനകൾ നടക്കുന്ന, കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ഒരു ഭവനമാക്കി ഈ ഭവനത്തെ മാറ്റണം. വേറെ ഒന്നും എനിക്ക് ചോദിക്കാനില്ല, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ പണി തുടങ്ങി. സെപ്റ്റംബർ 14 92 സെപ്റ്റംബർ 14 ഈ ഭവനത്തിന്റെ പണി കഴിഞ്ഞു. അപ്പോ ജനുവരി 21 രക്ഷിക്കപ്പെട്ട ഞാൻ അടുത്ത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് സ്നാനമാണ്. സ്നാനം. അപ്പോ എന്റെ ഹസ്ബൻഡിന് ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്കൊക്കെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്നാനപ്പെടാൻ പറ്റത്തില്ല. സ്നാനപ്പെട്ടാൽ പറ്റത്തില്ല. അപ്പൊ അയഞ്ഞ് വരികയാണ് പിന്നെ പ്രാർത്ഥനയ്ക്ക് പൊക്കോ, പക്ഷെ സ്നാനപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോ ജൂലൈ മാസം 15 ഞാന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തു. ഞാൻ 15 ദിവസം ഉപവസിക്കാൻ പോവാ. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ജനുവരി മാസം മുതൽ എനിക്ക് സ്വസ്ഥതയില്ലാതായി. ഞാൻ പിന്നെ പോകുന്നത് കരിസ്മാറ്റിക്കിന് പോകുന്നു, യാക്കോബക്കാരുടെ പള്ളിയിൽ പോകുന്നു, മർത്തോമാക്കാരുടെ പള്ളിയിൽ പോകുന്നു, കത്തോലിക്കരുടെ പള്ളിയിൽ പോകുന്നു. എനിക്ക് എന്റെ മനസ്സ് മുഴുവനും കടന്ന് കലങ്ങുക. എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിന്റെ ആ ഒരു പാതയിലേക്ക് പോകണം. അങ്ങനെ ഞാൻ വല്ലാതെ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആകും. അപ്പൊ രാത്രിയിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ദൈവം എന്നെ ഇങ്ങനെ ഹേമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഇവിടുന്ന് ഒരു പെർമിഷൻ ഇല്ല. അങ്ങനെ വന്നപ്പോൾ ജൂലൈ മാസം ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു. ആ ഫാസ്റ്റിംഗ് എടുത്ത് 7 ദിവസം കഴിഞ്ഞപ്പോ കർത്താവിന്റെ ദർശനം കാണിച്ചു. നിന്റെ കുടുംബം നിന്റെ കൂടെയുണ്ട്. ദർശനത്തിൽ കൂടെ കർത്താവ് സംസാരിച്ചു. വീണ്ടും ഒരു 7 days കൂടെ കഴിഞ്ഞപ്പോ വ്യക്തമായിട്ടൊരു ദർശനം, റാപ്ചറാണ് എന്നെ കാണിക്കുന്നത്. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ, അതിന്റെ പുറകിൽ ഒരു മനുഷ്യ ചങ്ങല പോലെ ജീവിതങ്ങളെ കാണാം. അത് 2 ദർശനം കണ്ടു കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ആരുടെയും പെർമിഷൻ വേണ്ട. കർത്താവ് എന്നോട് സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ഡയറക്റ്റ് ആയിട്ട് സ്നാനപ്പെടാൻ ഞാൻ തീരുമാനമെടുത്തു. സഭയിലും പറഞ്ഞു. അച്ഛന് ഞാൻ എഴുതി, ഞാൻ സ്നാനപ്പെടാൻ പോവാ. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടല്ല, കർത്താവ് എന്നോട് നേരിട്ട് സംസാരിച്ചിരിക്കും, ഞാൻ സ്നാനപ്പെടാം. അപ്പോ എനിക്ക് അടുത്ത മറുപടി, നീ സ്നാനപ്പെട്ടു, പക്ഷേ പെന്തക്കോസ്ത് ചേരാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കസിൻ്റെ ഒരു വെള്ള ബ്ലൗസ് തയ്പ്പിച്ചു കൊടുത്തു വിടണം എന്ന് പറഞ്ഞ് പുള്ളി ആ ബ്ലൗസൊക്കെ തയ്പ്പിച്ചു കൊടുത്തു. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം അവർ വീണ്ടും എഴുത്തിന്റെ ശൈലിയൊക്കെ മാറി. ഞാൻ എഴുത്തയക്കാൻ തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ്, ഈ സ്നാനവും കഴിഞ്ഞിട്ടാണ് എൻ്റെ വീടിന്റെ പ്രതിഷ്ഠ നടക്കുന്നത്. വീടിന്റെ പ്രതിഷ്ഠ നടത്തുന്നത് ഒരു അച്ഛനാണ്. അച്ഛൻ വന്ന് വാഴയിലെല്ലാം കീറി
വെള്ളത്തിനകത്ത് മുക്കി എല്ലാം കൂതാശയൊക്കെ ചെയ്തിട്ട് പോയി. അതിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. എനിക്ക് ഒരു ഭാരവും തോന്നിയില്ല. കാരണം കർത്താവല്ലേ പറഞ്ഞത് കുടുംബം കൂടെ ഉണ്ടെന്ന്. പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ആത്മീയ വിഷയമാണ് ഏറ്റവും വലുത്. ഇവിടെ വീട്, എനിക്ക് വന്ന് കിടക്കാൻ ഒരു വീട് വേണമെന്ന് മാത്രമേ കർത്താവിനോട് ചോദിച്ചുള്ളൂ. അതെങ്ങനെ ആയിരിക്കണമെന്നുള്ള കാര്യങ്ങൾ കർത്താവിനോട് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നതിന് മുമ്പേ ഇതിന്റെ ഡിസൈനും പ്ലാനും കാര്യങ്ങളെല്ലാം കർത്താവ് മുന്നമേ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ്. പക്ഷെ എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നിട്ട് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാഭിഷേകത്തിൽ എനിക്ക് ആരാധനയ്ക്ക് ചെന്നിരിക്കുമ്പോൾ കർത്താവ് ഇവരൊക്കെ അന്യഭാഷ പറയുന്നു. എനിക്കും ആരാധിക്കണം, എനിക്കും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവ് ഒന്നുണ്ടെങ്കിൽ എനിക്ക് അത് വേണം. അപ്പോ പ്രാർത്ഥിച്ചു. ജൂലൈ 31 സ്നാനപ്പെട്ട ഞാൻ ഇപ്പൊ ഈ ജൂലൈ 31 ആയപ്പോ 32 വർഷമായി ഞാൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ കർത്താവ് ഓരോ പ്രാർത്ഥനയ്ക്കും ചെന്ന് നിരാശയായിട്ട് മടങ്ങി വരും. ഡിസംബർ മാസം 31 തീയതി ഞാൻ ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ വൈകിട്ട് വാച്ചിനേറ്റ് സർവീസിന് പോകണം. കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊരു ദർശനം കണ്ട് ഞാൻ എഴുന്നേക്കുക. അപ്പൊ എന്റെ കൈവെള്ളയിൽ ഇങ്ങനെ കർത്താവിന്റെ രൂപം കാണുക. കണ്ട് ഞാനത് ഇങ്ങനെ പിടിക്കുന്നു. കുറെ പേര് ഇരിപ്പുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് വളരെ സന്തോഷിക്കുന്ന കാണുന്നു. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു ദർശനം കണ്ടു സെപ്റ്റംബർ മാസത്തിൽ. ഈ സെപ്റ്റംബർ മാസത്തിലെ കർത്താവ് എപ്പോഴും കൂടുതൽ എന്നോട് ഇടപെടുന്നത്. സെപ്റ്റംബർ മാസം ഞാൻ കണ്ട ദർശനം, രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുവാണ്. സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രാവ്. ആ പ്രാവ് വന്നിട്ട് എന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ആവസിച്ചു. ഞാൻ ശരീരത്തിന്റെ ഭാരമെല്ലാം കുറഞ്ഞ് ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന പോലെ അനുഭവത്തിൽ ഞാൻ പോവുക. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പറയുകയോ, നാളെ രാവിലെ ഞാൻ എല്ലാവരോടും പറയും എനിക്ക് അഭിഷേകം കിട്ടിയെന്ന്. പക്ഷെ നേരം വെളുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ സ്വപ്നമാണ് കണ്ടത്, അല്ലെങ്കിൽ ദർശനമാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്നാലും കർത്താവ് ഇങ്ങനെ ദർശനം കാണിച്ചല്ലോ. അപ്പൊ ഞാൻ 1-2 സഹോദരിമാരൊക്കെ പറഞ്ഞു, ഇതൊക്കെ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന വിഷൻസാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇങ്ങനത്തെ വിഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പൊ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുപോലെ അങ്ങനെ വന്ന് ആവസിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് അത് ഒരു അബൈഡിങ് സ്പിരിറ്റ് ആയിട്ട് നിൽക്കും കൂടെ. അതായത് നമ്മുടെ കൂടെ എപ്പോഴും വസിക്കാൻ, എന്നേക്കും വസിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. പക്ഷെ എല്ലാ വ്യക്തികളിലും എന്നേക്കും വസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം കാണിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജനുവരി മാസം 93 ജനുവരി മാസം 1 തീയതി ഞങ്ങളുടെ അവിടെ കുവൈറ്റിലെ പ്രാർത്ഥന വെള്ളിയാഴ്ച ദിവസമാണ്. 2 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോ ഞങ്ങളെല്ലാം കൂടെ 12 മണിയായപ്പോ ന്യൂ ഇയർ അല്ലേ എന്നോർത്ത്, രക്ഷിക്കപ്പെടാത്ത പിള്ളേരാ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്നു. ക്രിസ്ത്യാനികളാണെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവരും രക്ഷിക്കപ്പെടാത്ത പിള്ളേര്. പ്രാർത്ഥിക്കാനിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ നാവൊക്കെ കുഴയാൻ തുടങ്ങി. അപ്പോ ശബ്ദം കൂടി പ്രാർത്ഥനയുടെ. അപ്പൊ ആരാണ്ടൊന്നിങ്ങനെ, ഹോസ്റ്റൽ മുറിയല്ലേ, ഹോസ്റ്റലിൽ വന്ന് തുറന്നു നോക്കി. പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥന നിർത്തി. നോക്കിയപ്പോ സമയം 12:30. ഞങ്ങൾക്ക് പിന്നെ ഫുഡ് കഴിച്ചിട്ട് 1:30 കഴിയുമ്പോൾ വണ്ടി വരും. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി ഡ്രസ് ചെയ്തു. അപ്പം നാവിൽ എന്തോ എനിക്ക് സംഭവിക്കുന്നതായിട്ട് എനിക്കൊരു തോന്നൽ. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുന്ന് ആരാധനയ്ക്ക് ചെന്നിരുന്നപ്പോ ഞാൻ 6 മാസമേ ആയിട്ടുള്ളൂ അവിടുത്തെ വിശ്വാസിയായിട്ട് ആ ചർച്ച് ഓഫ് ഗോഡില്. അപ്പൊ അടുത്തിരുന്ന ഒരു സഹോദരി, അത് പുള്ളിക്കാരി ഒരു നേഴ്സാണ്. പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, ഷേർലി എന്തോ അന്യഭാഷയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തുവാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എനിക്കിങ്ങനെ രാവിലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കും എന്നാണ് ദൈവവചനം. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാൻ. അപ്പൊ ഈ സ്നാനപ്പെടുന്ന സമയത്തും സാക്ഷ്യം പറയാൻ എനിക്ക് നല്ല ഒരു ഫ്ലോ, കർത്താവ് ഒരു കൃപ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്ന് എനിക്ക് രാവിലെ ഉണ്ടായ അനുഭവം ഞാൻ പങ്കുവച്ചു. അനുഭവം പങ്കുവച്ചപ്പോ അനുഭവം പങ്കുവച്ച് ഇരുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ ഞാൻ ഹെവൻലി ഒരു അറ്റ്മോസ്ഫിയറില്ല. ഞാൻ പിന്നെ അന്യഭാഷ എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണെന്നൊന്നും തോന്നത്തില്ല. ഞാൻ മറന്ന് ദൈവസന്നിധിയിൽ അങ്ങ് ആരാധിച്ച് അവിടെ പാടുന്ന പാട്ടുകളോ പറയുന്ന വചനം ഒന്നും ഞാൻ കേൾക്കുന്നില്ല. ഞാൻ വേറൊരു ലോകത്താണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആ ആരാധന കടന്നുപോയി. വൈകുന്നേരം വന്നപ്പോ എല്ലാവരും രാവിലെ വാച്ചിനേറ്റ് സർവീസിന്റെ തലേദിവസം പോയവരൊക്കെ ഈവനിങ് ഡ്യൂട്ടിക്ക് പോയി. പക്ഷെ എനിക്കന്ന് ഓഫായിരുന്നു. ഞാൻ ഹോസ്റ്റൽ കോറിഡോറിൽ കൂടെ ഒക്കെ നടന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ പറയുകയാണ്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോ പുതിയൊരു ശക്തിയാണ്, കുറച്ചുകൂടെ ധൈര്യം, കുറച്ചുകൂടെ ബലം.
ആ സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ ഒരു എഴുത്ത് വന്നു എനിക്ക്. ഞാൻ കഴുത്തിൽ കെട്ടിയ മിന്ന്. അപ്പൊ ഞാൻ ലീവിനൊക്കെ നേരത്തെ ഞങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യണം. ഫെബ്രുവരി മാസം 24 ഞാൻ ലീവിന് വരാൻ പോവാ. അപ്പൊ ഞാൻ പോയ ആളല്ല വരുന്നേ, പുതിയ വ്യക്തിയായിട്ടാ വരുന്നേ, അഭിഷേകം പ്രാപിച്ച വരുന്നേ, പണിത വീട്ടിലേക്കാ വരുന്നേ. അപ്പോ ഞാൻ കെട്ടിയ മിന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നിന്റെ കഴുത്തേലില്ലെങ്കിൽ ഞാൻ അവിടെ ഇട്ടു അടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കണ്ട് കേട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ എഴുത്തെഴുതി, ഞാൻ ഉടമ്പടി ചെയ്തൊരു മനുഷ്യനോടല്ല. നിങ്ങൾ കെട്ടിയ മിന്നൊക്കെയാ ശരിയാ, സമ്മതിച്ചു. പക്ഷേ ഇത് ഞാന് 30-ാം തീയതി വൈകുന്നേരം, ജൂലൈ മാസം 30-ാം തീയതി വൈകുന്നേരം ഞാൻ ദൈവസന്നിധിയില് അത് മുഴുവനും കർത്താവിന്റെ കാൽപാദത്തിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇതിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. ഇനി എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ ആവരണം ഇട്ടാലും ഞാൻ ഇനി ഇതിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. ഇത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാന്ന് പറഞ്ഞ് ഞാൻ ഉപേക്ഷിച്ചതാന്ന് പറഞ്ഞു. 1.5 പവന്റെ മാല അത് കയ്യിൽ കൊണ്ടു തന്നേക്കാം, പക്ഷെ കർത്താവിനോട് എടുത്ത ഉടമ്പടിയിൽ നിന്ന് എന്നെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ എടുത്തു കൊടുത്തു. ഞാൻ നാട്ടിൽ വന്നു, ഹസ്ബൻഡ് എയർപോർട്ടിൽ വന്നു. പിന്നെ ഹസ്ബൻഡിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ കണ്ടപ്പം പുലി പോലെ നിന്നയാള്, ചെന്നായ പോലെ നിന്നയാള് കുഞ്ഞാട് പോലെ കർത്താവ് അവിടെ ആക്കി വെച്ചു. ഒരക്ഷരം മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അതിനകം എന്റെ ഹസ്ബൻഡ് ചെയ്തൊരു കാര്യം കൂടെ പറയാണ്. ഞാൻ ഇങ്ങനെ അത്ര സ്ട്രോങ് ആയിട്ട് വിശ്വാസത്തിൽ പോയി കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് 40 ദിവസം ഉപവാസം എടുത്തു. 40 ദിവസം ഉപവാസം എടുത്തിട്ട് പറഞ്ഞു, ഇവള് പോയ മാർഗമാണ് ശരിയെങ്കിൽ എനിക്കത് സ്വപ്നത്തിലോ ദർശനത്തിലോ വെളിപ്പെടുത്തി തരണം, അതല്ലെങ്കിൽ അവളെ മടക്കി കൊണ്ടുവരണം. ഇതായിരുന്നു പുള്ളിയുടെ ഉപവാസത്തിന്റെ വിഷയം. പക്ഷേ നമുക്ക് അറിയാലോ നമ്മൾ പോയ മാർഗം വചനപ്രകാരമാണെന്നുള്ളത്. അപ്പൊ കർത്താവ് എന്തോ ചെയ്തു, 35 ദിവസമായപ്പോ ഒരു ദൈവദാസൻ ഇവിടെ അയച്ചു. അഡ്രസ്സ് കൊടുത്തു, പേരും കൊടുത്തു, എല്ലാം കൊടുത്തു. ഇവിടെ ഒരാളെ അയച്ചിട്ട് വ്യക്തമായിട്ട് ആ ഏത് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നോ അത് വ്യക്തമായിട്ട് ആ ആള് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ടും പുള്ളിയുടെ സംശയം മാറിയിട്ടില്ല. അപ്പൊ എവിടുന്നാ വന്ന് പുള്ളിക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല ആരാ വന്നെന്ന്. പിന്നെയും പത്രോസ് പാറ കത്തോലിക്ക സഭയാണ് ഏറ്റവും വലിയ സഭ. പക്ഷേ കത്തോലിക്ക സഭയിലെ അനാചാരങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ പറയാൻ തുടങ്ങി. ഇന്ന് 3 മണിക്കൂർ പറഞ്ഞാലും എനിക്ക് തീരത്തില്ല എന്റെ സാക്ഷ്യം. അത് 1 by 1 ആയിട്ട് പിന്നെ കർത്താവ് എനിക്ക് ഓരോന്നും വെളിപ്പെടുത്തി തന്നു. എന്നിട്ട് ഞാൻ വന്നു. അമ്മായിയമ്മ ഉണ്ടെന്ന്. എന്റെ അമ്മ മരിച്ച സ്ഥാനത്ത് എന്നെ അമ്മയെ പോലെ നോക്കിയ ഒരാളാണ്. എന്റെ പ്രസവത്തിന് പോലും എന്റെ കൂടെ നിന്ന അമ്മച്ചി. പക്ഷെ വിശ്വാസത്തിലേക്ക് വന്നപ്പോ അമ്മച്ചിയുടെ മുഖം കറുത്തു. അമ്മച്ചി മുറിവ് കുറുക്കാൻ തുടങ്ങി, പ്രയാസങ്ങളാകാൻ തുടങ്ങി. പക്ഷെ ഞാനൊരൊറ്റ പ്രാർത്ഥന, ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടാണ് കുവൈറ്റ് ചർച്ചിൽ നിന്ന് വന്നത്. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബം എന്റെ കൂടെ ഉണ്ടെന്ന്. കർത്താവ് എന്റെ മുൻപടയായി പിൻപടയായി എന്റെ കൂടെ വരും. എനിക്ക് ജയം തന്ന് ഞാൻ തിരിച്ചു വരുമെന്ന സാക്ഷ്യം പറഞ്ഞിട്ട് വന്നേ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് സിസ്റ്ററെ പറയട്ടെ, എന്റെ ഹസ്ബൻഡ് ഒറ്റ ദിവസം പോലും ചർച്ചിൽ പോകാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അച്ഛൻ വന്നു. ആദ്യം അച്ഛൻ എനിക്ക് മുഖം തന്നില്ല. അത് കഴിഞ്ഞ് അച്ഛനും 11 കമ്മിറ്റി മെമ്പേഴ്സും കൂടെ വീട്ടിൽ വന്നു. അവരോട് ഞാൻ സംസാരിക്കാൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു. സംസാരിക്കാൻ വന്നിട്ട് അച്ഛൻ എന്റെ അടുത്ത് വചനത്തിൽ കൂടെ സംസാരിക്കാൻ വന്നു. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ട് പരിശുദ്ധാത്മ വന്ന് അച്ഛനോട് സംസാരിച്ചപ്പോ അച്ഛന് നിക്കക്കള്ളിയില്ലെന്ന് കണ്ടപ്പോ അച്ഛൻ എഴുന്നേറ്റു. കാപ്പിയൊക്കെ പകുതി കുടിച്ച് എല്ലാവരും അവിടെ വെച്ചു. 11 പേര് ടോട്ടൽ, അച്ഛനും കൂടി 12 പേര് എഴുന്നേറ്റ് അച്ഛനെ കുരിശെടുത്ത് അച്ഛനെ ചുംബിച്ചിട്ട് പറഞ്ഞു, നീയും പിള്ളേരും ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നേക്കണം. അതിനു മുമ്പ് ഞാൻ ഇങ്ങനെ വിശ്വാസത്തിൽ പോയെന്നറിഞ്ഞപ്പോ അച്ഛനോട് പറഞ്ഞു, അവള് പോന്നെങ്കിൽ പൊക്കോട്ടെ, നീയും പിള്ളേരും ഇങ്ങ് പോരെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറയുന്ന പ്രമാണം തെറ്റിച്ച് അവളും പൊക്കോട്ടെ നീയും പിള്ളേരും ഇങ്ങ് പോകുന്നത് അതേത് പ്രമാണമാ? ഓക്കെ. അത് കഴിഞ്ഞ് അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോയില്ല. പുള്ളി ഉപവാസം എടുത്തു 3 ദിവസം. അപ്പൊ അമ്മച്ചിയുടെ ഭാവം, സംസാരത്തിന്റെ രീതികളൊക്കെ കണ്ട് ഞാൻ വളരെ വേദനിച്ച് മുറിക്കകത്ത് കയറി. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്തതുപോലെ ഞാൻ താഴെ വീണു കർത്താവിന്റെ സന്നിധിയിൽ. ഞാൻ പറഞ്ഞു, കർത്താവെ, അവിടുന്ന് എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ഇറങ്ങിയത്. എന്റെ ജീവിതത്തിൽ കർത്താവ് ഇപ്പൊ വന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്ന് പകലിൽ ഒരു മറുപടി തരണം. ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെണ്ണുക്കര സഭയിലെ പാസ്റ്റർ, ഞാൻ ഇന്നലെ പറഞ്ഞ ജേക്കബ് മാത്യു, ആ പാസ്റ്റർ, തമ്പി പാസ്റ്റർ എന്ന് പറയും, പുള്ളിയും ഭാര്യയും കൂടി ഇവിടെ വന്നു. അച്ഛൻ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുത്തു. അന്ന് അവരോടൊന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി.
ആ ഞായറാഴ്ചയും പുള്ളിക്കാരൻ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോയില്ല. അത് കഴിഞ്ഞ് എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ പാസ്റ്ററിന്റെ വീട്ടില് ആ ആരാധനയ്ക്ക് പിള്ളേരും പറഞ്ഞു, നമുക്കപ്പൊ പിള്ളേർക്ക് കൊച്ചു പിള്ളേരാകുമ്പോ കൊട്ടും പാട്ടും ഡ്രമ്മടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ അവരെയും കൊണ്ട് അവിടെ പോയി അവിടുത്തെ ആരാധന കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ പോയത് പെണ്ണക്കര ചർച്ചിലാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. അവിടെ വെച്ച് ഫെബ്രുവരി മാസം 29-ാം തീയതി മാർച്ച് മാസം 29-ാം തീയതി പൂമലച്ചാറ്റിൽ, ഒരു വലിയ ആറാണ് ഇവിടെ, ഒരു നദി പോലെ, അവിടെ പുള്ളിക്കാരൻ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് ഏപ്രിൽ 7-ാം തീയതി എൻ്റെ വീടിന്റെ ഭവന പ്രതിഷ്ഠ, അവിടുത്തെ ദൈവദാസനും ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ വന്ന് ഈ വീടിന്റെ ഭവന പ്രതിഷ്ഠ ചെയ്തു. അങ്ങനെ ഈ ഭവനം കർത്താവിന് വേണ്ടി വേർതിരിച്ചു. അന്ന് എൻ്റെ സഹോദരി ഇവിടെ വന്നു. എൻ്റെ സഹോദരി ഷോളി വർഗീസ്, അവൾ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ. അവൾ ഇവിടെ വന്ന് സാമച്ചൻ പാസ്റ്ററിന്റെ ആലോചന പ്രകാരം അവിടെ ഇരുന്ന് രക്ഷിക്കപ്പെട്ട് അവിടെ ഇരുന്നാണ് അവളാണ് പിന്നെ വിശ്വാസത്തിലേക്ക് ഇറങ്ങി ശുശ്രൂഷയിലൊക്കെ ആയത്. ഈ ഭവനം ഞങ്ങൾ 93-ൽ ഹസ്ബൻഡും പിള്ളേരും വീണ്ടും കുവൈറ്റിലേക്ക് വന്നു. 94 മുതൽ 2000 വരെ IPCയിലെ ഒരു പാസ്റ്റർ ഈ ഭവനത്തിൽ താമസിച്ചു. ആരാധനകൾ നടത്തി, ഒരുപാട് ആത്മാക്കളെ അവർ നേടി. എന്നിട്ട് ഈ വീടിന്റെ സൈഡിൽ തന്നെ ഒരു സ്നാനക്കുളം കെട്ടി അവിടെ സ്നാനം നടത്തി, ആരാധനകൾ നടത്തി. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടില്ലേ? എന്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ഈ ഭവനം അങ്ങനെ വേർതിരിക്കപ്പെട്ടു. 2000-ല് കുഞ്ഞുങ്ങളുമായിട്ട് അച്ഛൻ ഇവിടെ തിരിച്ചെത്തി. വീണ്ടും ഞങ്ങൾ പെണ്ണുകര സഭയിൽ നിന്നും ഇവിടെ വന്ന് ചെങ്ങന്നൂർ ടൗൺ ചർച്ചിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പം ചില വർഷങ്ങൾ ഇവിടെയും വീണ്ടും ആരാധന നടത്തി. പിന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ പെണ്ണുകര സഭയിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് ആരാധിച്ചു വരുന്നത്. അപ്പോ കൃപയാൽ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് വഴിയൊരുക്കി. കാരണം കർത്താവ് വാഗ്ദത്തം പറഞ്ഞാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവ് ഒരു വ്യക്തിയെ കാണുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ഉലക സ്ഥാപനം മുമ്പ്, മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് എന്നെ കണ്ടതുകൊണ്ട് കർത്താവ് ആ വഴിയിലൂടെ ഒക്കെ നടത്തി. പക്ഷെ 32-ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയാനിടയായത്. 3 കുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് ദാനമായി തന്നു. 3 പേരും 2000-ല് ഹസ്ബൻഡും പിള്ളേരും ഇവിടെ തിരിച്ചു വന്നു. ഞാൻ 12 വർഷം കൂടെ കുവൈറ്റിൽ നിന്നു. അവർ കുവൈറ്റിൽ പഠിച്ചു. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അവരിവിടെ വന്നു ഇവിടെ പഠിച്ചു. അവർ 3 പേരെയും ചെറുപ്പം മുതൽ തന്നെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ സ്നേഹത്തിൽ അവര് നിഷ്കളങ്കരായി നിരപവാദ്യരായി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് അവർ ആ ഒരു രീതിയിലായിരിക്കണം, നിത്യതയിൽ കാണണം, നിത്യതയുടെ പ്രകാശനം, നിത്യജീവന്റെ പ്രത്യാശ ഉള്ളവരായിട്ട് മുമ്പോട്ട് പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർ 3 പേരും ഇപ്പം ജോലിയിലാണ്. പക്ഷെ 2 പേര് ജോലിയോടുകൂടെ തന്നെ ശുശ്രൂഷകളിലും ചർച്ച് സർവീസസിലും ഒക്കെ പങ്കെടുക്കുന്നു. 3-ാമത്തെ ആള് ദോഹയിലാണ്. അവനും കൊയറിലും ഒക്കെ പങ്കെടുത്തോണ്ടിരിക്കുന്നു. പക്ഷെ അവരുടെ ആത്മീയ ജീവിതത്തിലൊന്നും ഞാൻ സംതൃപ്തയല്ല. അങ്ങനെ ആ ഒരു ലെവലിലല്ല ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പ്രാർത്ഥന പോലും, ഒരു കണ്ണുനീര് പോലും ഒരിക്കലും വൃഥാവായി പോകത്തില്ല. എവരി പ്രയർ ഷുഡ് ബി ആൻസേർഡ്, വിൽ ബി ആൻസേർഡ്. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. അങ്ങനെ കുഞ്ഞുങ്ങളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു. 2 പേർക്ക്, മൂത്ത 2 പേർക്ക് 2 പെൺകുട്ടികൾ വീതമുണ്ട്. 3-ാമത്തെ മകന് 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞിന് അടുത്ത മാസം 9 വയസ്സാകുന്നു. സ്തോത്രം. അപ്പോ ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ വളർത്തുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെല്ലാം ദൈവസന്നിധിയിൽ വീണ് കടന്ന് കരഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം താനായി തന്നെ ഇറങ്ങി വന്ന് എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഭൗതികവും ആത്മീയവും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭൗതികം എന്ന് പറയുന്ന ഒരു വിഷയം, ഭൗതികം ഒന്നുമില്ല എന്ന് നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ലോകത്തിലെ സ്നേഹമെല്ലാം തണുത്തു പോകുന്നതാണ്. ലോകം നശ്വരമാണ്, മനുഷ്യൻ നിസ്സാരനാണ്, ജീവിതം ക്ഷണികമാണ്, ജീവിത സുഖങ്ങളെല്ലാം നൈമിഷികങ്ങളാണ്. ഇതെല്ലാം ദൈവം എനിക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നു. 33 വർഷം ഞാൻ ജോലി ചെയ്തു. പക്ഷെ ഈ ജോലിയുടെ ഒന്നും മാഹാത്മ്യം പറയാനില്ല. കാരണം കർത്താവ് എന്നോട് ജോലി റിസൈൻ ചെയ്ത് ഞാൻ പോരുവാണ് 2012-ൽ. ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇവിടെ വരുമ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു നീരുറവ തുറന്നിട്ടുണ്ട്.
ഞാൻ കർത്താവിന്റെ നീരുറവയിൽ ആശ്രയിച്ച ഞാൻ ഇന്ന് ജീവിക്കുന്നേ. കർത്താവിന്റെ നീരുറവ് ഒരിക്കലും പറ്റിപ്പോകത്തില്ല. മനുഷ്യന്റെ നീരുറവ എല്ലാം ആ കൈകളൊക്കെ മടങ്ങിപ്പോവും, കൈകളെല്ലാം മടങ്ങിപ്പോവും. നമ്മൾ എവിടെ ആശ്രമിക്കുന്നു അതെല്ലാം ഒടിഞ്ഞു പോവും. പക്ഷെ കർത്താവ് ഒരിക്കലും ലജ്ജിപ്പിക്കാത്തൊരു ദൈവം. കുഞ്ഞുങ്ങളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു. അതെല്ലാം അതിനാ വിവാഹത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇളയ മോന്റെ വിവാഹത്തിന് വേണ്ടി 1.5 വർഷം പ്രാർത്ഥിച്ച സമയത്ത് 1925 മെയില് ഇങ്ങനെ വന്നോണ്ടിരുന്നു. അവിടെ എല്ലാം അതിലൊരു കുടുംബം ഞങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തുവെങ്കിലും അവിടെ നമ്മളൊരു തീരുമാനമെടുക്കാതെ പോയി കഴിഞ്ഞപ്പോ 2013 നവംബറിൽ ആ പ്രൊപ്പോസൽ വീണ്ടും, അവനന്ന് മസ്കറ്റിൽ ജോലി ചെയ്യുക, അവിടുന്ന് ഒരു കൂട്ടുകാര് ഇങ്ങനെ മാട്രിമോണിയിൽ ഇട്ടിട്ട് ആ പെൺകുട്ടിയുടെ ഫാദർ പിന്നെ വിളിക്കുക. അപ്പൊ ആദ്യം പ്രൊപ്പോസൽ ഒന്നും അയാൾക്ക് അറിയത്തില്ല. അയാള് അവിടെ ഖത്തറിൽ ജോലിയായിരുന്നു, അമ്മ ഇവിടെ ആയിരുന്നു. അമ്മയാണ് ആദ്യം ഈ പ്രൊപ്പോസലൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ ആ ദിവസം, ഈ മനുഷ്യൻ വിളിക്കുന്ന ദിവസം രാത്രിയിൽ, ആ തലേ രാത്രിയിൽ കർത്താവ് എന്നോട് പേര് വിളിക്കുക 5 പ്രാവശ്യം എനിക്ക് പേര് വിളിച്ചു പറഞ്ഞു, ബ്ലെസ്സി ബ്ലെസ്സി ബ്ലെസ്സി. ഈ ബ്ലെസ്സി എന്ന് പേരുള്ളവർ പലരും നേരത്തെ ആലോചനകൾ വന്നിട്ടുണ്ട്. ഈ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്റെ ഉള്ളിൽ പറഞ്ഞു, ഇതിനകത്തൊരു ദൈവാലോചനയുണ്ടോ. അങ്ങനെ ആ പെൺകുട്ടി, ഞങ്ങള് പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചു വന്നപ്പോഴാണ് നേരത്തെ വന്ന പ്രൊപ്പോസലാണെന്നും അവളുടെ പേര് ബ്ലെസ്സി എന്നാണെന്നും, അങ്ങനെ ആ പൈതലിന്റെ വിവാഹം കർത്താവ് പറഞ്ഞ പോലെ തന്നെ. കാരണം എന്നെ ദർശനം വരെ കാണിച്ചായിരുന്നു. എന്റെ മോന് ഇച്ചിരി ഹൈറ്റ് ഉണ്ട്, 182 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചൊരു കുട്ടിയെ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ കർത്താവ് അത് ഭംഗിയായിട്ട് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 2020 മുതൽ ഇപ്പം 19 ലാസ്റ്റ് ആയപ്പോ മുതൽ കൊറോണയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മറഞ്ഞിരുന്ന് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. ഫേസ്ബുക്കിലും സൂമിലും ഒക്കെ ഞാൻ മീറ്റിംഗ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എന്നോട് ഡയറക്റ്റ് കർത്താവ് സംസാരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ എങ്ങനെ പ്രവാചകന്മാരുടെ അടുത്ത് പോകാറുണ്ട്. എന്റെ കർത്താവാണ് ഏറ്റവും വലിയ പ്രവാചകൻ. എന്റെ കർത്താവിന്റെ വചനമാണ് ഏറ്റവും വലിയ പ്രവചനം. വചനത്തിൽ കൂടാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ വചനത്തിൽ കൂടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ആരോട് ആലോചന പറഞ്ഞാലും വചനത്തിൽ കൂടെ പറയത്തുള്ളൂ. സ്തോത്രം. അപ്പൊ ഒരു ദിവസം രാവിലെ 7:30 കർത്താവ് എന്നെ ഒരു ശബ്ദം കേൾപ്പിക്കും, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഞാൻ കേട്ട ദൈവശബ്ദമാണ്. അത് കേട്ടിട്ട് ഞാൻ കുറച്ചു നേരം കൂടെ അവിടെ കിടന്ന് ആ വചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് കിടന്നു. പക്ഷെ അന്നും എനിക്ക് അതിന്റെ ആഴം അറിയത്തില്ല. ഈ നമുക്ക് ദൈവം കൃപ പകരുന്നത് എപ്പോഴാണെന്നറിയാം. നമ്മളൊരു പ്രതിസന്ധിയിൽ കൂടെ പോകാൻ ഉള്ള തയ്യാറെടുപ്പിന്റെ സമയത്താണ് ഈ കൃപ പകരുന്നത്. പ്രതിസന്ധി, പ്രതികൂലങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് ഈ കൃപയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുവരെ നമ്മൾ ഗ്രഹിക്കത്തില്ല. അതുപോലെ ശരീരം ബലഹീനമാകുന്ന അവസ്ഥ. ബലഹീനത, ഏത് മനുഷ്യനും ബലഹീനത ഉണ്ടാവും. അത് ഏതൊക്കെ രീതിയിലും വരാം. മാനസികമായിട്ട് വരാം, ശാരീരികമായിട്ട് വരാം, രോഗങ്ങൾ കൊണ്ട് വരാം, എല്ലാ രീതിയിലും വരാം, സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോ. പക്ഷേ ആ ബലഹീനതയിൽ എന്റെ ശക്തി നിനക്ക് തരാമെന്ന് കർത്താവ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു കാര്യമില്ല. അങ്ങനെ കർത്താവ് എനിക്ക് ആ ഒരു ശബ്ദം എന്നെ കേൾപ്പിച്ചു. ഞാനതിൽ മുറുകെ പിടിച്ചു. 2020 ഓഗസ്റ്റ് 10 ആ ശബ്ദം എന്നെ കേൾപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ 4 വർഷം ഞാൻ വളരെ മാനസികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ, ശാരീരികമായിട്ടുള്ള അവസ്ഥകളിലൂടെ ഒക്കെ ഞാൻ കടന്നുപോയി. അപ്പോഴെല്ലാം ഞാൻ ഈ വചനം കർത്താവിനെ ഓർമ്മിപ്പിക്കും. സ്തോത്രം. അങ്ങനെ അപ്പോ 2012 ഞാൻ ജോലി എത്തിക്കഴിഞ്ഞപ്പോ എന്റെ ഷോൾഡറിന് ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ആ പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായി കഴിഞ്ഞ് 17 ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി, കേരളത്തിലും കോയമ്പത്തൂരും. ആർക്കും ഇതെന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം ലേക്ക് ഷോറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ആർത്രോസ്കോപ്പി ചെയ്യണം. 1.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എഴുതി കൈ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ദിവസം വന്ന് അഡ്മിറ്റായി, കംപ്ലീറ്റ് അഡ്മിഷൻ പ്രൊഫൈൽ, ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യണം. ഞാൻ അതുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ ആ എസ്റ്റിമേറ്റ് കയ്യിലെടുത്തിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഒരു ആർത്രോസ്കോപ്പിക്കും പോകത്തില്ല. ഈ 1.5 ലക്ഷം രൂപ ഞാൻ എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തരാൻ പോവാന്ന്. അങ്ങനെ തന്നെ ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷെ എന്റെ വേദന മാറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ, അന്ന് അന്ന് ലാപ്ടോപ്പ് അല്ല, എനിക്കിവിടെ ഡെസ്ക്ടോപ്പ് ഉണ്ട്. ഞാൻ അതിലിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് എന്നെ കാണിക്കുകയാണ് വിറ്റമിൻ ഡി. ഈ 17 ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടില്ല,
എന്നെ കാണിച്ചു മംഗലാപുരത്ത് തന്ന് എന്റെ മൂത്ത മോന്റെ വൈഫിന്റെ ഡെലിവറിക്ക് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 25 വേണ്ട സ്ഥാനത്ത് 13.26 ഉള്ളൂ. 6 ഇഞ്ചക്ഷൻ എടുക്കണം. 3 ഇഞ്ചക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ പെയിൻ കുറയാൻ തുടങ്ങി. ഇവിടെ സെഞ്ചുറി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഇപ്പൊ അടച്ചു. അവിടുത്തെ ഡോക്ടറെയാണ് ആദ്യം പോയി കണ്ടത്. MRI, പിന്നെ CT സ്കാന്, എക്സ്റേകൾ എല്ലാം എടുത്തു. MRIയിലെ റിപ്പോർട്ട്, ഷോൾഡർ MRIയുടെ റിപ്പോർട്ട് കണ്ടാൽ ഡോക്ടേഴ്സ് അതിശയിക്കും. എന്റെ ഇവിടെ എല്ലാം കീറിപ്പോയെന്നാണ് MRI റിപ്പോർട്ട്. അതോടുകൂടി എനിക്ക് MRIയിലോ CTയിലോ ഒന്നും എനിക്ക് വിശ്വാസമില്ലാതെയായി. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണല്ല, പക്ഷെ ഇതിലെല്ലാം എനിക്ക് വിശ്വാസമില്ലാതെ പോയി. അപ്പോ കർത്താവ് ഒരു ദിവസം വചനം ശുശ്രൂഷിക്കുമ്പം, ഒരു ദേവദാസൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവിന്റെ വചനം പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെ തുളച്ചു ചെല്ലുന്നതാണ്. സന്ധി മജ്ജകളെ തുളച്ചു ചെല്ലുന്ന വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അത് സൗഖ്യമാക്കുന്നതാണ്, അത് വിടുവിക്കുന്നതാണ്, അത് ബലം പകരുന്നതാണ്. അതിനപ്പുറം ഒരു മരുന്നില്ല. ഗിലെയാദിലെ വൈദ്യം തരുന്ന കുഴപ്പനേക്കാൾ വലിയൊരു മരുന്നില്ല. കർത്താവിന്റെ പാദപീഠമാണ് നമ്മുടെ വൈദ്യശാല. ഇങ്ങനെ ഇരുന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഈ വിറ്റമിൻ ഡി എടുത്തു. കർത്താവ് എനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം തന്നു. അതിനുശേഷം 22-ൽ വലിയൊരു സംഭവം എന്റെ കൊച്ചുമോനുമായിട്ടുള്ള ബന്ധത്തിൽ, എന്റെ കൊച്ചുമോൻ അതായത് മൂത്ത ഇളയ മകനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സമയം വളരെ പോകുന്നു. അതായത് എന്റെ കൊച്ചുമകന്റെ, അതായത് എന്റെ ഏറ്റവും ഇളയ മകന്റെ വൈഫ് രണ്ടാമത്തെ ഡെലിവറിക്ക് ഇവിടെ വന്നപ്പോൾ അവരുടെ മൂത്ത മകനെ എന്റെ അടുത്ത് ഇവിടെ കൊണ്ടു നിർത്തി. അവൻ 81 ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പനി പോലും വന്നില്ല. പക്ഷെ കൊതുകൊന്നും അവനെ വിട്ടില്ല. കൊതുകെല്ലാം കടിച്ച് വളരെ ബ്ലിസ്റ്റർ ആകുന്ന സമയത്ത് ഞാൻ അന്നാണ് ഈ ടെക്നിക്ക്, പണ്ട് എന്റെ കുഞ്ഞിന്റെ സമയത്ത് എനിക്ക് അറിയത്തില്ല, ഹണി വെച്ചിട്ട് പ്ലാസ്റ്റർ വിട്ട് പാക്ക് ചെയ്യും. അത് കഴിയുമ്പോൾ ആ ചൊറിച്ചിലും ആ റെഡ്നസും എല്ലാം അങ്ങ് മാറും, പനിയും വരത്തില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ് എന്റെ മകൻ ഖത്തറിൽ നിന്ന് വന്നപ്പോൾ ഈ മോനെ 3 ദിവസത്തേക്ക് അവര് ട്രിവാൻഡ്രത്താണ് എന്റെ മരുമോളുടെ വീട്, അവിടേക്ക് വിട്ടു. 3 ദിവസം കഴിഞ്ഞ് അവര് വരുന്നത് ഒരു ഡിസംബർ 7-ാം തീയതിയാണ്. ഇവിടെ വരുമ്പോൾ കുഞ്ഞ് വയറ്റിൽ എന്തോ അസ്വസ്ഥതയായിട്ടാണ് വരുന്നത്. വയറ്റിലെ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അവൻ എന്തോ പുറത്തുനിന്ന് കഴിച്ചതാണോ അകത്തുനിന്ന് ഏതോ ഒരു ഐസ്ക്രീമിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവന് ലൂസ് മോഷന്, വയറ്റിനകത്ത് വേദന, ഫീവർ കയറിക്കൊണ്ടു. രാത്രി 8 മണിയായപ്പോൾ, അപ്പൊ അവരതിനു മുമ്പ് ഡോളോയും ഇവിടെ പാരസെറ്റമോൾ സിറപ്പും എല്ലാം കൊടുത്തെങ്കിലും കുഞ്ഞിന് 7 വയസ്സേ ഉള്ളൂ അന്ന്. 8 മണിയായപ്പോൾ കുഞ്ഞിന് ഫിറ്റ്സ് അടിച്ചു. ഫിറ്റ്സ് അടിക്കുമ്പോൾ ഞാൻ അടുത്തിരിപ്പുണ്ട്. അപ്പൊ അതിന് മുമ്പ് 2 പ്രാവശ്യം ഖത്തറിൽ വെച്ച് വന്നിട്ടുണ്ട്. അതായത് പനി വരുമ്പോൾ വരുന്ന ഫിറ്റ്സാ. അത് സാധാരണഗതിയിൽ 6 വയസ്സ് കഴിഞ്ഞ് വരരുതെന്നാ. 7 വയസ്സിൽ അവനത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് അൺകോൺഷ്യസ് ആയി. പെട്ടെന്ന് തലേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ അടുത്തിവിടെ മാമൻ മോറിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവര് ഫ്ലൂയിഡൊക്കെ കയറ്റിയെങ്കിലും അതെല്ലാം ഔട്ടിപ്പോയി. അപ്പൊ അവിടെ നിന്ന് ഉടനെ അവർ പറഞ്ഞു, നിങ്ങൾ ന്യൂറോയെ കാണിക്കാൻ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ. വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. ആംബുലൻസിലാണ്. അവിടെ നിന്ന് ഞാനും മോനും മാത്രമേ ഉള്ളൂ ആംബുലൻസിൽ. ഇവിടെ കുഞ്ഞുള്ളതുകൊണ്ട് അവള് വന്നില്ല. എന്റെ മോൻ പുറകെ സ്കൂട്ടറിലും വന്നു. ആംബുലൻസിനകത്ത് കയറി കഴിഞ്ഞപ്പോ ഞാൻ കർത്താവിനെ നോക്കി നിലവിളിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വാഗ്ദത്തം കിടക്കും, എന്റെ കൃപ. അതൊന്ന്. രണ്ടാമത്, 6-ാം തീയതി, ഇത് 7-ാം തീയതി, ഡിസംബർ 7-നാണ് സംഭവിക്കുന്നത്. 6-ാം തീയതി ഞാൻ ക്രൈസ്തവ എഴുത്തുവരയ്ക്ക് ഒരു മെസ്സേജ് കൊടുത്തു. അത് ഇതായിരുന്നു മെസ്സേജ്: കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യം മഗ്ദലനക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കല്ലറയ്ക്കൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്ന മറിയയോട് കർത്താവ് ചോദിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? കരയുന്നത് എന്തെന്ന് ചോദിക്കുന്ന മറിയ, കർത്താവാണ് ശബ്ദം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ കാൽപാദത്തിൽ വീണ് റബൂനി എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ബേസ് ചെയ്താണ് ഞാൻ വചനം പറഞ്ഞത്. ഞാൻ ആ ആംബുലൻസിൽ കയറി, ആരും കേൾക്കത്തില്ല, ആംബുലൻസ് ഡ്രൈവർ കേൾക്കത്തില്ല, വേറെ ആരുമില്ല. ഞാൻ ഒച്ചത്തിൽ നിലവിളിച്ചു. കുഞ്ഞിന് ഓക്സിജൻ ഇട്ട് കുഞ്ഞ് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുക. സ്തോത്രം. ഞാൻ നിലവിളിച്ച് പറഞ്ഞു, കർത്താവെ, മറിയയോട് ചോദിച്ചതുപോലെ എന്നോടൊന്ന് ചോദിക്കണം. ഈ കുഞ്ഞ് നിന്റെ കയ്യിലാ. അനേക വാഗ്ദത്തങ്ങൾ എനിക്ക്, അവൻ ഉദരത്തിൽ കിടക്കുമ്പോൾ എനിക്ക് വാഗ്ദത്തം തന്നതാ. അവനൊന്നും സംഭവിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഡോക്ടേഴ്സിന്റെ കയ്യിൽ കിട്ടിയാൽ എന്തോ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവസാനം അവിടെ ചെന്നു. അവരെല്ലാം നോക്കി. അപ്പോഴത്തേക്ക് പനി കുറഞ്ഞു. കാരണം ഇവരിവിടെ IV കൊടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ IV കൊടുക്കണ്ട, നിങ്ങൾ IM ഇഞ്ചക്ഷൻ കൊടുക്കുക കുഞ്ഞിന്. കാരണം ഇത് വീർത്തു പോയതുകൊണ്ട് ഇനി നിങ്ങൾ IM കൊടുക്കുക, പനി കുറച്ച് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോട്ടെന്ന്. അങ്ങനെ അവർ IM കൊടുത്ത് അവിടെ കൊണ്ടിരുന്നത്.
IM എന്ന് പറയുന്നത് മസിലിലുള്ള ഇഞ്ചക്ഷൻ, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ. ഓക്കെ. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പനി കുറഞ്ഞു. ഉടനെ പറഞ്ഞു നിങ്ങൾ ന്യൂറോയെ കാണണം, ഞങ്ങൾ PICU അഡ്മിറ്റ് ചെയ്യാമെന്ന്. ഞാൻ ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയാൻ ആരെ ഹർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പറയാത്ത. പക്ഷെ ഇവിടുത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ, എല്ലാവരും പോകുന്നൊരു ഹോസ്പിറ്റൽ. അങ്ങനെ അപ്പം എന്റെ മോൻ പറഞ്ഞു നിങ്ങൾ ബ്ലഡ് എല്ലാം എടുത്തോ, ഞങ്ങൾ നാളെ രാവിലെ ഒന്ന് ന്യൂറോയെ കണ്ടോളാം. അവിടുന്ന് ഞങ്ങളൊരു ടാക്സി പിടിച്ചു വന്നു. മോന് സ്കൂട്ടറിൽ വന്നു, ഇവിടെ വന്ന് കയറി 12:30 രാത്രി 12:30 ആയപ്പോൾ വീണ്ടും അവന് പനി കയറി. ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചുപോയി അവിടെ PICU അഡ്മിറ്റ് ചെയ്തു. ഗ്ലാസ് കൊണ്ട് മറച്ചൊരു ക്യാബിൻ. അവിടെ ചെന്നപ്പോ അവന് 7 വയസ്സേ ഉണ്ടെങ്കിലും അവന് 47 കിലോ വെയിറ്റ് ഉണ്ട്. നല്ല ചബ്ബിയായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞാ. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ, IV ലൈനൊന്നും ഇടണ്ട, നിങ്ങൾക്ക് ബാക്കി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അപ്പൊ അവര് സപ്പോസിറ്ററി ആണ് വെക്കുന്നത്. 1 വയസ്സും 2 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വെക്കുന്ന സപ്പോസിറ്ററി ആണ് 7 വയസ്സുള്ള കുഞ്ഞിന് വെക്കുന്നത്. ഞാനപ്പോ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ പ്രോട്ടോകോൾ ഒന്നും ഇല്ലേ, ഈ കുഞ്ഞിന് ഇത് കൊടുത്താൽ എങ്ങനെ പനി കുറയാനാ? അവർ പറഞ്ഞു 12:30 നിങ്ങൾ ഡോളോ കൊടുത്തതാണ്, ഞങ്ങൾ അതുകൊണ്ട് 4 മണിയായിട്ടേ ഞങ്ങൾ ഇനി സപ്പോസിറ്ററി വെക്കത്തുള്ളൂ. ഓക്കെ. നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് അവരുടെ അണ്ടറിലായിരിക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് അവന് സ്പഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോ 4 മണിക്ക് അവർ സപ്പോസിറ്ററി വെച്ചു. 7 മണി കഴിഞ്ഞു, 8 മണി ആയില്ല. അതിനു മുമ്പ് തന്നെ 7:45 ആയപ്പോ എന്റെ മുമ്പിൽ ഒരു ദർശനം പോലെ വരുക. ശവം കൊണ്ടുവരുന്ന ഒരു ദർശനം ഈ കുഞ്ഞിന്റെ. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കുഞ്ഞ് ഫിറ്റ്സ് അടിക്കുക. ഹോസ്പിറ്റലിലെ PICUവിൽ കടന്ന് കുഞ്ഞിന് ഫിറ്റ്സ് വരുക. ഞാൻ പെട്ടെന്ന്, അപ്പൊ റൗണ്ട്സ് നടക്കുന്നുണ്ട്, ഗ്ലാസ് ക്യാബിനറ്റ് അവിടെ എല്ലാവർക്കും കാണാം. ഞാൻ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു, എല്ലാവരും വന്നു. ഞാൻ അപ്പൊ കുഞ്ഞിനെ ചരിച്ചിട്ടു. കംപ്ലീറ്റ് കുഞ്ഞ് ബ്ലൂ ആയി. നോക്കുമ്പോൾ വായിക്കൂടെ നൊരയും പതയും വരുന്നു. സക്ഷൻ അപ്പാരറ്റസ് ഇല്ല, ഓക്സിജനും ഇല്ല. PICU. ഞാൻ അവരോട് ചോദിച്ചു ഇതാണോ നിങ്ങളുടെ PICU? പക്ഷെ അത് ചോദിക്കുന്നൊക്കെ പിന്നെ. ആദ്യം ഞാൻ കുഞ്ഞിന്റെ തലയെ കൈവച്ച് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. കാരണം എന്നെ പെട്ടെന്നൊരു ഗ്ലിംസ് പോലെയാണ് ആ ഒരു ദർശനം വന്നേ. അവന്റെ ജീവനെ വാദിക്കുവാൻ അതെനിക്ക് മനസ്സിലായി. അപ്പൊ അതിനു മുമ്പ് ഒരു 7 മണി ആയപ്പോൾ, 4 മണിക്ക് സപ്പോസിറ്ററി വെച്ച് 7 മണി ആയപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ വന്ന് IV കുത്താൻ പറഞ്ഞു, ലൈൻ ഇടാൻ പറഞ്ഞു. കർത്താവ് എന്നോട് പറഞ്ഞു അവനെ ലൈൻ ഇടാൻ. 1:45 മുതൽ അവിടെ കിടന്ന കുഞ്ഞിന് 7 മണി വരെ ലൈൻ ഇടാൻ ഞാൻ സമ്മതിച്ചില്ല. 7 മണി ആയപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ 5-6 പേര് പിടിക്കണം, ആരോഗ്യമുണ്ട്, അതുപോലെ എന്നെ സമ്മതിക്കത്തില്ല. അങ്ങനെ പിടിച്ച് 7 മണിക്ക് ലൈൻ ഇട്ടത് കൊണ്ട് ഈ ഫിറ്റ്സ് വന്ന സമയത്ത് പെട്ടെന്ന് മെഡിസിൻ കൊടുക്കാൻ പറ്റി. അതേസമയം ഞാൻ ലൈൻ ഇടാൻ സമ്മതിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ വോയിസ് ഇല്ല. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങളുടെ തെറ്റാണെന്ന് അവർ വരുത്തും. എന്തായാലും കർത്താവ് അവിടെ എന്നെ രക്ഷിച്ചു. അതിനുശേഷം അത് 8-ാം തീയതി രാവിലെ, 8-ാം തീയതി വൈകുന്നേരം 11 മണി വരെ കുഞ്ഞിന് പനി ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് മെഡിസിൻസ് ഒക്കെ പോകാൻ തുടങ്ങി. രാവിലെ ന്യൂറോ സർജൻ വന്നു. ന്യൂറോ സർജൻ വന്നപ്പോ ഇവൻ ഇങ്ങനെ മെഡിസിൻ ഒക്കെ കഴിച്ചു മയങ്ങി കിടക്കുക. അപ്പൊ അവനോട് ചോദിച്ചു, അവനെ ഇങ്ങനെ ഉണർത്താൻ നോക്കിയപ്പോ അവനിങ്ങനെ മയങ്ങി കിടക്കുന്ന കുഞ്ഞങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നേ. അപ്പൊ അയാൾ പറയാണ് അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ കൂടെയുള്ള അവിടുത്തെ കൂടെ എല്ലാ പഠിക്കുന്ന പിള്ളേർ മുഴുവനുണ്ട് കൂടെ. അപ്പൊ അവരോട് പറയുന്നു അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവന്റെ വൈറൽ മെനിഞ്ചൈറ്റിസ് ആണ്. അവര് ഡയഗ്നോസ് ചെയ്യുക. അപ്പൊ അവര് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവരോട് ചെന്നപ്പോ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് വയറിനകത്തുനിന്ന് മ്യൂക്കസ് പോകുന്നുണ്ട്, അവന് ഡയറിയ പോലെ വരുന്നുണ്ട്, അവന് വയറിനകത്ത് വേദനയുണ്ട്. നിങ്ങൾ ആദ്യമേ അതിനും നിങ്ങൾ മെഡിക്കേഷൻ കൊടുക്കും. അതിൽ നിന്നാണ് അവന് ഫീവർ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനാ. ഇത് എനിക്ക് ദൈവം തരുന്ന ഒരു വെളിപ്പാടാണ് ഞാൻ ഈ പറയുന്നത്. ഇവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇയാൾ വൈറൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞു അതിന്റെ മെഡിസിനും സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 11 മണിയായപ്പോ ഇവന്റെ ഫീവർ ഒക്കെ സ്റ്റോപ്പായി. പിന്നെ ഫിറ്റ്സ് വന്നില്ല. ആ ദിവസം ഉച്ചയ്ക്ക് ഒരു സ്റ്റാഫ് പാരസെറ്റമോൾ സപ്പോസിറ്ററിക്ക് പകരം പ്രോബയോട്ടിക്കിന്റെ സപ്പോസിറ്ററി കൊണ്ടുവന്നു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു അവരോട് ചോദിക്കാൻ എന്തുവാ കയ്യിൽ കൊണ്ടുവന്നത്. ഞാൻ അവരോട് ചോദിച്ചപ്പോ എന്നോട് പറയാം 400 മില്ലിഗ്രാമിന്റെ പ്രോബയോട്ടിക് സപ്പോസിറ്ററിയാണ്. ഞാൻ ചോദിച്ചാൽ ആര് പറഞ്ഞു നിങ്ങളോട് പ്രോബയോട്ടിക് സപ്പോസിറ്ററി? 1 വർഷം അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്, പഠിത്തം കഴിഞ്ഞ് 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പോയി നോക്കിക്കേ, ഫയലും ചെക്ക് ചെയ്യുക, എന്നിട്ട് പോയി ഫ്രിഡ്ജ് നോക്കാൻ പറഞ്ഞു. പാരസെറ്റമോൾ സപ്പോസിറ്ററി 250യുടെ 2 എണ്ണമാണ് വെക്കേണ്ടത്. അതിന് കൊണ്ടുവന്നിരിക്കുന്നത് 400 മില്ലിഗ്രാമിന്റെ പ്രോബയോട്ടിക്.
അന്നേരം അതവിടെ കുഞ്ഞിന് വെച്ചിരുന്നെങ്കിൽ അവന് വീണ്ടും പനി ഉണ്ടായിരുന്നു. കാരണം സപ്പോസിറ്ററി പനി കുറയാനുള്ള സപ്പോസിറ്ററി കിട്ടുന്നില്ലല്ലോ. അവിടെയും കർത്താവ് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പം ഈ ഫിറ്റ്സ് ഉണ്ടായ സമയത്ത് എന്റെ മോൻ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ റിയൽ സിറ്റുവേഷൻ അവൻ കാണാഞ്ഞത് കൊണ്ട്, നമ്മൾ ദൈവമക്കളാ, നമുക്ക് അങ്ങനെയൊന്നും അവിടെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലാസ് ഒക്കെ വേണം, ലോക മനുഷ്യനാണെങ്കിൽ ഗ്ലാസ് ഒക്കെ തല്ലിപ്പിടിച്ചിരും. കാരണം ഏത് വിഷയത്തിന് വേണ്ടി അവിടെ കൊണ്ടുവന്നോ ആ വിഷയത്തിന് പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ ആ എമർജൻസി മെഷേഴ്സ് ഒന്നും ആ മുറിക്കകത്തില്ലാതെ PICU സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ചാർജാണ് അവർ വാങ്ങുക. അപ്പോൾ അതില്ലാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ഇഷ്യൂ ആണ്. നമുക്ക് കേസ് വരെ പോകാവുന്ന ഒരു ഇഷ്യൂ ആണത്. പക്ഷെ ഞങ്ങള് ശാന്തമായി. എന്നിട്ട് പക്ഷെ ഹോസ്പിറ്റലിൽ മുഴുവൻ ഈ ന്യൂസ് പോയി. പലരും എൻ്റെ അടുത്ത് വന്നു, സൂപ്രണ്ടന്റ് വന്നു, PRO വന്നു, പല ഡോക്ടേഴ്സ് വന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇതിന്റെ റിയൽ സിറ്റുവേഷൻ വരുന്നത്. പിറ്റേ ദിവസം അവിടുത്തെ പീഡിയാട്രിക്കിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വന്നു കുഞ്ഞിനെ കാണാൻ. വന്നിട്ട് എന്നോട് പറയുകയാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളല്ലേ, മോനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം, മോനെ പറഞ്ഞെല്ലാം കൺവിൻസ് ചെയ്യും. ഇപ്പൊ ഈ കുഞ്ഞിന് വൈറൽ മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇന്ന് 4 മണിക്ക് മുമ്പ്, 10 മണിക്കാണ് ഈ മനുഷ്യൻ വരുന്നത്, 4 മണിക്ക് ഞങ്ങൾക്ക് LP ചെയ്യണം. അതായത് ലംബാർ പങ്ക്ചർ, ഫ്ലൂയിഡ് കുത്തിയെടുക്കണം നട്ടലിന്ന്, CT ചെയ്യണം, MRI ചെയ്യണം, അൾട്രാസൗണ്ട് അബ്ഡോമൻ ചെയ്യണം. ഇതെല്ലാം ഇന്ന് ചെയ്യണം. പിന്നെ EEG ചെയ്യണം ബ്രെയിനിന്റെ. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോ ഞാൻ അന്നേരം പറഞ്ഞു ഇവര് 22 പോകാനിരിക്കുക, അത് 7th ആണ് അന്ന് ഡേറ്റ്. ഉടനെ പറഞ്ഞു, അത് അപ്പോഴത്തെ കുറെ സർക്കാസ്റ്റിക് വേയിലൊക്കെ എന്നോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ അങ്ങ് ചെന്നില്ലേ, എയർപോർട്ടിൽ ചെന്നില്ലേ അങ്ങനെ പോകും, എന്നെ കുറെ പരിഹസിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. ഞാൻ ആ സമയത്തെല്ലാം കാൽവരിയിലേക്ക് നോക്കി, എന്റെ കർത്താവിലേക്ക് നോക്കി. കാരണം ഈ 2-3 ഇൻസിഡൻസ് വന്നപ്പോഴും കർത്താവാണ് എന്നെ സഹായിച്ചത്. ഞാൻ നോക്കിക്കൊണ്ട് നിന്നു. ഈ മനുഷ്യനോടൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല. ഇയാൾ പോയി കഴിഞ്ഞപ്പോ 4 മണിക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങനെ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 14 days ആ കുഞ്ഞിനെ കിടത്തി ഇഞ്ചക്ഷൻ കൊടുക്കണം. വൈറൽ ഫീവർ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോവാം. വൈറൽ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ. മോനെ ഇവിടെ വിളിച്ചറിയിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തോ പറയുന്നു? അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആലോചിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഒരു കാര്യം ഇവിടെ ചെയ്യിക്കുന്നില്ല. നമ്മൾ അഗെയിൻസ്റ്റ് മെഡിക്കലിൽ പുറത്തു പോവുക. മെനിഞ്ചൈറ്റിസ് ആണെന്നല്ലേ അവര് പറയുന്നത്. മെനിഞ്ചൈറ്റിസ് ആയിക്കോട്ടെ, അതും സൗഖ്യമാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. അങ്ങനെ തന്നെ എന്റെ മോനോട് പറഞ്ഞ് അവനെ തിരിച്ചവിടെ വന്നു. അഗെയിൻസ്റ്റ് മെഡിക്കൽ എഴുതി കൊടുത്തു. ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ ഇവിടെ വന്നു. സഭയിലെ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമരെ നിങ്ങൾ ഇനി ഒരു നാളും കാണത്തില്ല. കാരണം ഇതിനോടകം അവന് 3 പ്രാവശ്യം ഫിറ്റ്സ് നേരത്തെ വന്നു. അപ്പൊ ഇത് ഉൾപ്പെടെ 4 പ്രാവശ്യമായി. ഇനി ആ മിസ്രൈമരെ കാണത്തില്ല. ഞാനിവിടെ വന്ന് ഇവരോട് പറഞ്ഞു. അപ്പൊ ഇവരെ ഇവിടുന്ന് അഗെയിൻസ്റ്റ് മെഡിക്കലിൽ പോകുന്നതായി, ഇനി ഒരു എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടി പോകാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ഇതയാ പറയുന്നത്, ഇന്ന് കണ്ട മിസ്രൈമരെ നിങ്ങൾ ഇനി കാണത്തില്ല. അവരത് ഏറ്റെടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോ കുഞ്ഞിന് പിന്നെയും പനി വന്നു. കാരണം അത് റിയൽ കോസ്, അതിനൊരു പരിഹാരം വരുന്നില്ലല്ലോ. അപ്പോഴിവിടെ വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞു മ്യൂക്കസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന് അബ്ഡോമിനൽ പെയിനും ഉണ്ട്. വെനസ്ഡേ ആയപ്പോൾ ഞാൻ കർത്താവിനോട് ആലോചന ചോദിച്ചു, കർത്താവ് ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും കുഞ്ഞിനെ? അവസാനം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സഞ്ജീവനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു നല്ല ഡോക്ടറെ കാണിച്ചു. പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞാൻ കഥകളെല്ലാം ഞാൻ അയാളോട് വിവരിച്ചു പറഞ്ഞു. ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് ഒരു ഡോക്ടറുടെ വാക്ക് തിരസ്കരിച്ച് വരിക എന്ന് പറയുന്നത് അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹോസ്പിറ്റലിനെ തിരസ്കരിച്ച് അല്ലെങ്കിൽ അവരെ നെഗ്ലക്ട് ചെയ്ത് വരിക എന്ന് പറയുന്നത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമുക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും തുറന്ന് എന്തൊക്കെ സംഭവിച്ചു, ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എല്ലാം ഞാൻ അയാളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ EEG മാത്രം ഒന്ന് ചെയ്യുക. ഇത് ബ്രെയിനിന്റെ പ്രശ്നമുണ്ടോ? കാരണം 7 years ഫിറ്റ്സ് വരുന്നത് അബ്നോർമൽ, പനി കൊണ്ട് വരത്തില്ല. അതുകൊണ്ട് ബ്രെയിനിന് പ്രശ്നമുണ്ടോ അതോ പനി കൊണ്ട് വന്നതാണോ എന്നറിയാൻ ഒരു EEG മാത്രം നിങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ എഗ്രി ചെയ്തു. അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും കുഞ്ഞിന് പനി വന്നു. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്ന് അയാൾ കൊടുത്തു. EEG ചെയ്തപ്പോൾ ന്യൂറോ സർജൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇനി പനി വരുമ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഈ ഫിറ്റ്സ് വരാനുള്ള മരുന്നും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഖത്തറിൽ അവർ 22-ാം തീയതി തന്നെ പോയി. ഖത്തറിൽ ചെന്ന് കഴിഞ്ഞാൽ അവന് ഇന്നേ വരെ ഫിറ്റ്സ് വന്നിട്ടില്ല. 38 ഡിഗ്രിയിലാണ് ഇവിടെ പനിക്ക് ഫിറ്റ്സ് വന്നെങ്കിൽ 40 ഡിഗ്രി വരെ ഞാൻ അവിടെ ഉള്ളപ്പോൾ അവന് പനി വന്നു.
ഒരു ഫിക്സും വന്നില്ല. കാരണം പറഞ്ഞത് കർത്താവാ. ജീവനെ പരിപാലിക്കുന്നവൻ, ആയുസ്സിനെ പരിപാലിക്കുന്നവൻ, പൈതലിനെ തന്നവൻ, വാഗ്ദത്തം തന്നവൻ അത് മറക്കത്തില്ല. അതങ്ങനെ തന്നെ ദൈവം നിർവഹിക്കും. സ്തോത്രം. അങ്ങനെ അവൻ ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആ സ്കൂളുകാര് മെഡിസിൻ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അതിന്റെ പിന്നെ എല്ലാം എഴുതി സ്റ്റാമ്പ് ചെയ്ത് വേണം. അതും ഞങ്ങൾ സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തു. പക്ഷെ അവരെ ഏറ്റെടുത്തില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്യണ്ട, കർത്താവ് ചെയ്തു കഴിഞ്ഞു, ആരും ചെയ്യണ്ട. കുഞ്ഞാരോഗ്യത്തോടെ ഇരിക്കുന്നു. ദൈവത്തിന് സകല മഹത്വവും ഞാൻ കൊടുക്കുക. സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ ഖത്തറിൽ 11 മാസം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ ഈ ജൂൺ 22-നാണ് ഇവിടെ വന്നപ്പോ ഞാൻ വളരെ ശാരീരികമായിട്ടുള്ള ബലഹീനതയിലാണ് വന്നത്. അപ്പോഴും ഞാൻ ഈ വചനം തന്നെ പറഞ്ഞു, കർത്താവെ എന്റെ ബലഹീനതയിൽ ശക്തി തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് വളരെ മരണകരമായ ഒരു രോഗത്തിന്റെ അവസ്ഥയിലൂടെ ഞാൻ പോയി. എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ എനിക്ക് ഒത്തിരി ടെൻഷൻ ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. അങ്ങനെ അതിൽ നിന്നും എനിക്കൊരു ശരിക്കും ഫെയ്റ്റലായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയി. അവിടെയും മെഡിക്കൽ സയൻസ് പറഞ്ഞതിനേക്കാളിലും മുൻപായിട്ട്, അവര് പറഞ്ഞ ഡ്യൂറേഷനെക്കാട്ടും മുമ്പായിട്ട് കർത്താവിന്റെ കരം തൊട്ട് എന്നെ സൗഖ്യമാക്കി. ഞാനിന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. പിന്നെ ഭൂമി മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ പൊടുന്നനവേ ദൈവമേ എന്നൊന്ന് വിളിക്കാൻ പോലും കഴിയാതെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ നമുക്ക് എന്താണ്, നമ്മളെ എന്തിനാണ് ആക്കി വെച്ചിരിക്കുന്നത്? കെട്ടപ്പെട്ട കഴുതയെ അഴിക്കാൻ ശിഷ്യന്മാരെ വിട്ടപ്പോ അവരോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയാൻ. അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന അനേകരുണ്ട് കർത്താവിന് ആവശ്യമുള്ളവർ. അവരെ അഴിച്ചുകൊണ്ട് വരാനാ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അവരെ അഴിച്ചുകൊണ്ട് വരാൻ, കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ. എന്റെ പ്രാർത്ഥന അത്ര മാത്രമേ ഉള്ളൂ. കർത്താവെ എന്നെ അനേകർക്ക് അനുഗ്രഹമാക്കണേ, അനേകർക്ക് എന്നെ ഒരു മറുപടി ആക്കണേ, അനേകരുടെ മുമ്പിൽ ഒരു അത്ഭുതമാക്കണേ, അനേകർക്ക് വേണ്ടി ജീവിക്കാൻ, അനേകർക്ക് കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഇരുട്ടിൽ തപ്പിത്തടയുന്നവരെ കർത്താവിലേക്ക്, കർത്താവാകുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഈ ഭൂമിയിലെ സകലത്തിനും ആ ഒരു സാച്ചുറേറ്റഡ് അവസ്ഥ ഞാൻ കണ്ടു. ധനം ഒന്നുമില്ല. എൻ്റെ സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും ജോലിയിലും പിന്നെ എനിക്ക് ലഭിച്ച സാലറിയിലൊക്കെ ഞാൻ അഹങ്കരിച്ച സമയങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലെന്ന് കർത്താവിനെ പഠിപ്പിച്ചു. ഞാൻ എൻ്റെ മുടി മുഴുവൻ നരച്ചിരിക്കുക. പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, മുടി കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൗന്ദര്യം, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാണെന്നാണ് 31-ാം അധ്യായം സദൃശവാക്യം 30 പറയുന്നത്. എന്തിനാണ് സൗന്ദര്യം വരുത്തുന്നത്? കർത്താവിന്റെ തേജസ് മുഖത്ത് പ്രതിബിംബിക്കുന്ന ഒരു ദൈവ പൈതല് ഒരു ലാവണ്യത്തിന്റെ പുറകിന് പോകണ്ട, ഒരു ബ്യൂട്ടീഷ്യന്റെ പുറകിന് പോകണ്ട. നമ്മുടെ സൗന്ദര്യം കർത്താവാണ്. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ കർത്താവിനെ നാം വഹിക്കുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ, നാം കർത്താവിനെ ധരിക്കുമ്പോൾ, അതാണ് നമ്മുടെ ബലം. സ്തോത്രം. അപ്രകാരം കർത്താവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ പെണ്ണുകര സഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും ഞാൻ മുൻപിൽ നിന്ന് എന്നെ കൊണ്ടാകുന്ന കോൺട്രിബ്യൂഷൻസ് ഞാൻ ചെയ്യുന്നു. വചന ശുശ്രൂഷയും എല്ലാ കോമ്പറ്റീഷൻസിലും പങ്കെടുക്കുന്നു. ഇപ്പോഴും അതൊരു വലിയ എന്തൂസിയാസമാണ് എനിക്ക്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം സമയം എനിക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ കർത്താവിനെ ഉയർത്താൻ, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് വിളിച്ചത് കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനാണ്. അതാണ് ഞാൻ ഘോഷിച്ചത് മുഴുവനും. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ. പ്രഥമ സ്ഥാനം, പ്രയോറിറ്റി ആൻഡ് പാഷൻ ഇന്ന് മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവിന്റെ പ്രയോറിറ്റി, കർത്താവിനോടുള്ള പാഷൻ, അത് മുറുകെ പിടിച്ച് അന്ത്യം വരെയും കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ വീണ്ടും എന്നെ സമർപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമാകട്ടെ. ഒരാത്മാവിനെങ്കിലും മടിച്ചു നിൽക്കുന്നവർ, സ്റ്റെപ്പ് വെക്കാൻ അറച്ചു നിൽക്കുന്നവർ, മനുഷ്യന്റെ മാനം അന്വേഷിക്കുന്നവരുണ്ട്, സഭ മുടക്കുമെന്ന് പറയുന്നവരുണ്ട്. എന്നെ ഒരു സഭയെ മുടക്കിയൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. കാരണം എനിക്ക് ഇവിടുത്തെ പേര് വെട്ടിയാൽ ഒരു പ്രയാസവും ഇല്ല. കാരണം എന്റെ പേര് സ്വർഗത്തിൽ എഴുതി. ഇവിടുത്തെ പേര് പുസ്തകം ഒഴുകി പോകുമ്പോ പേര് ഒഴുകിപ്പോവും. അനേക പുസ്തകങ്ങൾ വയനാട്ടിൽ ഒഴുകിപ്പോയി, പിള്ളേരൊഴുകിപ്പോയി. പക്ഷെ ഈ പേര് മാഞ്ഞു പോകാത്ത പേരാ. ആ പേരുണ്ടെങ്കിലേ അങ്ങ് ചെല്ലാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ സഭയുടെ മുടക്കോ പ്രശ്നങ്ങളോ ഒന്നും നമുക്കൊരു വിഷയമല്ല. പക്ഷെ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും കർത്താവിനെ ഫോക്കസ് ചെയ്ത് കർത്താവിനെ മാത്രം മുന്നിൽ കണ്ട്, യഹോവയായ കർത്താവ് എൻ്റെ ബലം കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞു മുമ്പോട്ട് ജീവിപ്പാൻ ഞാൻ എന്നെ വീണ്ടും ദിവസം സമർപ്പിക്കുവാണ്.
ഞാൻ ഒരു വാക്കൂടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹീതമായ നിലയിൽ ഈ സാക്ഷ്യം പറയാൻ സ്വർഗത്തിലെ ദൈവം എന്റെ നാവിന്മേൽ തന്ന അഭിഷേകത്തിനായിട്ട് സ്തോത്രം. കർത്താവ് തന്ന ബലത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ നാമം മാത്രം മഹിമപ്പെടട്ടെ. കർത്താവെ സ്തോത്രം. അങ്ങയുടെ ബലമുള്ള കരത്തിൽ അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് ഈ സാക്ഷ്യം ഇനിയുള്ള ദിവസങ്ങളിൽ ആരൊക്കെ ഈ സാക്ഷ്യം ശ്രവിക്കുന്നുവോ അവരുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവർത്തനം, ഒരു വലിയ ഇടപെടൽ, ഹല്ലേലൂയ, ആമേൻ, ഒരു ഡയറക്റ്റ് ഇന്റർവെൻഷൻ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ ഹൃദയങ്ങളിലും പത്രോസ് വചനം പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടതുപോലെ കർത്താവ് ഓരോ ഹൃദയങ്ങളിലും കുത്തുകൊള്ളുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കണം. കർത്താവിന്റെ നാമത്തിനു വേണ്ടി ആമേൻ അനേകരെ നേടിയെടുക്കുവാനപ്പാ സ്തോത്രം. ഈ പ്ലാറ്റ്ഫോം മൂലം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നശ്വരമായ ലോകത്തില് ഹല്ലേലൂയ, കർത്താവിന്റെ വരവിനു വേണ്ടി അനേകർ ഈ സാക്ഷ്യം കേട്ട് ഒരുക്കപ്പെടട്ടെ. പരിശുദ്ധ നാമത്തിന് സ്തോത്രം, സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, സകല മഹത്വവും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആന്റി, വളരെ അനുഗ്രഹീതമായ സാക്ഷ്യമായിരുന്നു. ഞാൻ ഇരുന്ന് കേട്ടുപോയി, അതുപോലെ ഹൃദയത്തെ സ്പർശിച്ചു. വളരെ കർത്താവിൽ നിന്നും ഡയറക്റ്റ് പ്രാപിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യകരമായ നിമിഷം. നമുക്ക് ഇത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളുമായിട്ട് ഇങ്ങനെ ഞാനും തട്ടിച്ചു നോക്കിയായിരുന്നു. പല സമയങ്ങളിൽ ഞാനും ഡയറക്റ്റ് കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുത്ത അനുഭവങ്ങളെ എൻ്റെ ഓർമ്മയിൽ കൂടി ഓരോന്നോരോന്നായി ഓടി മറയുകയായിരുന്നു. ഞാൻ ചിന്തിച്ചു, കർത്താവേ, അങ്ങയുടെ സ്നേഹം എത്ര വലിയതാണ്. അങ്ങ് അനാദിയും ശാശ്വതവുമായ ദൈവമാണ്, അൽഫയും ഒമേഗയുമാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ദൈവം നമ്മെ സ്നേഹിച്ച് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒന്നിനും യോഗ്യതയില്ലാത്ത നമ്മിലേക്ക് കടന്നു വരുവാൻ കർത്താവിന് നമ്മോട് കരുണ തോന്നി. അവന്റെ സ്നേഹവും അവന്റെ സ്നേഹത്തിന്റെ ആശ്ചര്യവും നമുക്ക് എത്രമാത്രം വർണ്ണിച്ചാലും മതി വരികയില്ല. ആകയാല് ഈ ഭൂമിയില് നാം ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നേരിടുമ്പോഴും അതിന്റെ നടുവിൽ ഞാൻ ഒന്ന് വിശ്വസിക്കുകയാണ്, തന്റെ ജനമായ ഇസ്രയേലിനെ വിളിച്ചിറക്കിയിട്ട് അവരെ മരുഭൂമിയിൽ വിട്ടിട്ട് പോയില്ല. രാത്രിയിൽ അവർക്ക് അഗ്നിസ്തംഭവും പകൽ അവർക്ക് മേഘസ്തംഭവും, ഭക്ഷിക്കുവാൻ കാടപക്ഷിയും, അവർക്ക് വേണ്ടിയ മന്നയും പാറയെ പിളർന്ന് വെള്ളവും ആവശ്യാനുസരണം കൊടുത്ത് അവരുടെ ചെരുപ്പ് തേഞ്ഞു പോകാതെ, അവരുടെ വസ്ത്രം ജീർണിച്ചു പോകാതെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുവാൻ കർത്താവ് വിശ്വസനായി കൂടെ ഇരുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. 20 വയസ്സിന് മേൽ പ്രായമുള്ളവർ, യോശുവയും കാലേബും ഒഴികെ മറ്റാരും എത്തിയില്ല. ഇന്ന് ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ചിന്തിച്ചു, കർത്താവെ, ഇന്നത്തെ യുവതലമുറകൾ ഇതേ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണം. പലരും ഇന്ന് മറ്റു പല ലെവലുകളിൽ വിശ്വാസമുണ്ട്, പേരിന് നിൽക്കുന്ന അനുഭവങ്ങളിൽ ഇന്നത്തെ യുവതലമുറകൾ മാത്രമല്ല പലരും പേരിൽ സാഹചര്യങ്ങളിൽ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ അങ്ങ് എത്തണം. വിളിച്ച ദൈവമാരെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ എത്തിച്ചേർന്നുവെന്നും ഉറപ്പ് പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഈ സാക്ഷ്യം അനേകരിലേക്ക് എത്തട്ടെ, അനേകർക്ക് ഇതൊരു ആശ്വാസവും ചലഞ്ചുമായി മാറട്ടെ. ഇന്ന് സംശയിച്ചു നിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. അവര് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇനി എനിക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അന്ത്യം വരെ നടത്തുവാൻ വിശ്വസ്തൻ. ഉറച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് ഈ വചനം, ഈ സാക്ഷ്യം തന്റെ ദാസിയിലൂടെ കേൾപ്പിക്കുവാൻ ഇടയാക്കിയല്ലോ. വളരെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെയും മക്കളെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേലകളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോടൊത്ത് അല്പസമയം ചിലവഴിക്കുവാൻ സമയം തിരഞ്ഞെടുത്തല്ലോ. നന്ദി. കർത്താവിന്റെ നാമത്തിൽ പിന്നെയും ഞങ്ങളെ ഈ വചനദീപ്തി കുടുംബത്തിന്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ പിന്നെയും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചെറിയ പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തെ നിങ്ങളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് അനേകരെ സാക്ഷ്യത്തിനായിട്ട് ഇനി കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ആരെങ്കിലും സാക്ഷ്യം പറയുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ ഇതിന്റെ അകത്ത് ഇട്ടേക്കാം. ആ നമ്പറിൻ പ്രകാരം നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് സാക്ഷ്യത്തിനായിട്ട് കടന്നു വരുവാൻ അവസരങ്ങൾ ഉണ്ടാകും. മാത്രമല്ല നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ ഒരു
സാക്ഷ്യവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.